സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. രണ്ടാമത്തെ സെഷനിൽ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിലേക്ക് കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലം നമ്മൾ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടയിൽ പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാൻ പേരുകൾ പറഞ്ഞ ദൈവത്തിന് മധ്യസ്ഥ അണപ്പാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. രണ്ടാമത്തെ സെഷനിലും കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോഴും മെസ്സേജ് പറയുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിടയാക്കാനായി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ വലിയ സ്തോത്രം പ്രാർത്ഥന അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ വിസമ്മ പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, പിച്ച ദൈവമേ, സ്തോത്രം സ്തോത്രം. ഈ വൈകിയ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന കർത്താവേ, നമ്മെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാനൊക്കെ തരുന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോട് ശ്രദ്ധിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ, അപ്പാ സ്തോത്രം സ്തോത്രം. ദൈവം പ്രേരണ ദൈവാനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെ വലിയ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ തൊക്കെ സ്വർഗ്ഗയുടെ ആക്കണം ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ തൊക്കെ സ്വർഗ്ഗയുടെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഹല്ലേലൂയ ചെയ്യുവാൻ തൊക്കെ പ്രിയബന്ധ സിസ്റ്ററെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ദൈവകൃപ നമ്മുടെ ദാസിയുടെ മേൽ കർത്താവ് പകർന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സിസ്റ്റനായി പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ, ആത്മാവിന്റെ നിറവോടെ കർത്താവ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ തൊക്കെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ വചനം കർത്താവെ സംസാരിപ്പാനായി കടന്നു വരുന്ന കർത്താവ് ദാസിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാവോടുകൂടെ ഞങ്ങൾക്ക് സാന്നിധ്യം ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം ശക്തമായെടുത്ത് ഇന്ന് പകൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നേ കർത്താവെ. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധ ദാസിയെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് നിങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ ഹല്ലേലൂയ കാര്യങ്ങളെയും കർത്താവ് തന്നെ ഏറ്റെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരുത്തരും കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും വിഷയങ്ങളെ സ്വർഗം ഏറ്റെടുക്കണം. ഞങ്ങളുടെ തലമുറകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടെ ഞങ്ങളായി വെളിപ്പെടുവാൻ തൊക്കെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഹാലിൽ ഇവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നവരെ ആര് ഒരു നാളിൽ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലല്ലോ കർത്താവ്. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ താണിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾ മേലും കർത്താവെ അത്ഭുതം പ്രവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറച്ചാട്ട മുഖത്തം കർത്താവ് എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു അൻസിമാമേ. ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫേബി സിസ്റ്റർ ആണല്ലോ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവത്തിന്റെ സന്നില പാടുമ്പോൾ അല്ലെങ്കിൽ ആ പരിശുദ്ധാന്റെ നിറവിൽ നിന്ന് നമുക്ക് ദൈവഭയത്തോടെ ദൈവത്തെ പാടി ശ്രദ്ധിക്കാൻ കർത്താവ് നമ്മളോട് വർഷിപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അല്ലെങ്കിൽ ഫേബി സിസ്റ്റർ ഫേബി റോബിൻ സിസ്റ്ററിനെ ദൈവം പരിശീലിച്ചിടുന്നു. പ്രൈസ് ലോർഡ്. കേൾക്കാവല്ലോ അല്ലേ? നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വൈകുന്നേര സമയത്തും നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. സഹോദരന്മാരെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചല്ലോ. 8 ദിവസം റാന്നിയിൽ നടന്ന കൺവെൻഷനെല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിച്ച എല്ലാ സഹോദരന്മാരോട്, ബിന്ദു ആന്റിയോട്, കുടുംബത്തോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. അതിൽ ലൈവായിട്ട് കാണാനൊക്കെ സഹോദരന്മാരെല്ലാം സഹായിച്ചല്ലോ. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ദേശത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഓരോ ദിവസവും വിശുദ്ധിയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വിരിക്കുന്ന നാളില് നമ്മൾ വിശ്വസ്തരായി ലജ്ജിപ്പാൻ കഴിയാത്ത സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിച്ച് ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായി തീരുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു പാട്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയൻ വേഗം വരും നിത്യരാജാവായി തന്റെ കാന്തയെ ചേർപ്പതിനായി. പ്രിയൻ വേഗം വരും നിത്യരാജാവായി തന്റെ കാന്തയെ ചേർപ്പതിനായി.
ഒരുങ്ങുകൻ മനമേ നിൻ പതിയെ സ്വീകരിപ്പാൻ തിടുക്കമോടോരോ നാളും തിടുക്കമോടോരോ നാളും ഒരുങ്ങുകൻ മനമേ നിൻ പതിയെ സ്വീകരിപ്പാൻ തിടുക്കമോടോരോ നാളും തിടുക്കമോടോരോ നാളും യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്കു പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്കു പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് സ്വർഗത്തിൽ നിന്നിക്ഷേപമെന്നെണ്ണിടുക സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം സ്വർഗത്തിൽ നിന്നിക്ഷേപമെന്നെണ്ണിടുക സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം സ്വർഗരാജ്യവും അതിൻ നീതിയും മുന്നേ അന്വേഷിക്കാനുദിനവും യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്കു പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് കീർത്തനങ്ങളോടെ നീയോടിടുവാൻ കർത്തൻ കരുതിടും നിനക്കായി വേണ്ടതെല്ലാം കീർത്തനങ്ങളോടെ നീയോടിടുവാൻ കർത്തൻ കരുതിടും നിനക്കായി വേണ്ടതെല്ലാം സ്വർഗത്തിൻ മന്നയും പാറയിൻ വെള്ളവും മരുഭൂപ്രയാണമതിൽ സ്വർഗത്തിൻ മന്നയും പാറയിൻ വെള്ളവും മരുഭൂപ്രയാണമതിൽ യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്കു പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് യേശുവേ നോക്കി നീ ജീവിച്ചിടുക വിശ്വാസത്തിൽ നല്ല പൊരുതിടുക പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്കു പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പാട്ടും കൂടെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവായിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവായിൽ.
ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവായൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. യഹോവായൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ശോഭയേറും സോർപ്പൂരിയിൽ തീരമാതിൽ ചേർത്തിടുന്നു. ശോഭയേറും സോർപ്പൂരിയിൽ തീരമാതിൽ ചേർത്തിടുന്നു. ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിത പൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകിരിയിൽ. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് പാട്ട് പാടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. തുടർന്നുള്ള വചന ശുശ്രൂഷയോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തങ്ങളെ വിശ്വസനായ ദൈവമേ, വാക്കും ആരാധനയുടെ കർത്താവേ, ദൈവമേ, ഈ വൈകുന്നേര സമയത്ത് കർത്താവെ അടിയങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സഹോദരന്മാരായി കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. രാവകാലം കർത്താവെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ അടിയങ്ങളെ ദൈവം ബലപ്പെടുത്തി. തുടർന്ന് കർത്താവെ വചനം സൂക്ഷിപ്പാൻ കർത്താവെ നിന്റെ ദാസി എഴുന്നേൽക്കുമ്പോൾ ദൈവമേ നിന്റെ ദാസിയെ ദൈവോടൊന്ന് ഉപയോഗിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങളോട് അറിയിക്കേണ്ടതായ വചനം കർത്താവെ ദാസിയുടെ നാവിന്മേൽ കൊടുക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ കർത്താവോട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വചന ശുശ്രൂഷിപ്പാൻ കർത്താവെ, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് വചന ശുശ്രൂഷിപ്പാൻ ദാസിയെ ദൈവോടൊന്ന് ബലപ്പെടുത്തുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും കർത്താവെ വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, നിത്യക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ കർത്താവെ, പാപബോധം വരുത്തുന്ന വചനത്തെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങളെ ദൈവമേ ഒന്നിച്ച് കർത്താവോട് അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ 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 ആമേൻ. താങ്ക് യു ഫെബി സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ഹല്ലേലൂയ
ദൈവത്തെ പാടി സ്തുതിപ്പാനും കർത്താവ് വൈകുന്നേര സമയത്ത് നമുക്ക് ഒരുക്കി തന്ന നല്ല സഹവാസനാന്നുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മെസ്സിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്തുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവമാത്രമുള്ള നന്ദി അറിയിക്കുന്ന രാവിലത്തെ സെഷൻ 11 മണി മുതൽ തുടങ്ങിയതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചവരെയും കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ. സ്വന്തം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ചെലവഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാനിക്കുന്നത് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ തലമുറകൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ അല്ലെങ്കിൽ വീണ്ടും ഇടയാക്കുമാറട്ടെ. കുഞ്ഞുങ്ങൾ ഒരു നിമിഷവും ആത്മീയപുഷ്ടിയോടെ ആത്മീയബലത്തോടെ കർത്താവിനോട് പ്രയോജനപ്പെടുന്ന അനുഗ്രഹപ്പെട്ട ഹല്ലേലൂയ ഈ ലോകത്തിന് അറിയുമാകാതെ അനുഗ്രഹപ്പെട്ട ജ്യോതിസുകളെ പോലെ കർത്താവിന്റെ പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും അനുഗ്രഹപ്പെട്ട ഹല്ലേലൂയ പ്രയോജനപ്പെട്ടുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മൂർച്ചയുടെ ആയുധങ്ങളാക്കി വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുമാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുന്ന കർത്താവ് പറയത്തേക്ക് ദൈവിക പ്രവൃത്തി കർത്താവ് വായ്പാൻ തൊക്കെ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥനയുടെ ദൈവത്തിലായിരിക്കാം. അല്ലെങ്കിൽ ബാങ്കിന്റെ പ്രദേശത്ത് നിന്ന് നമ്മുടെ പഞ്ചവഞ്ചിരിക്കുന്ന വർഗീസ് ദൈവമാത്ര ക്ഷണിച്ചുകൊള്ളുന്ന നമ്മുടെ ആയിരിക്കുന്നത് എല്ലാം കൂടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ശുശ്രൂഷിക്കുന്ന അവിടുത്തെ കുടുംബത്തിനും നമുക്ക് കേൾക്കുന്ന നമുക്കേവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ നാമത്തില് അപ്പൊ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ആസ്പത്രം ജമൽ വർഗീസിനെ ദൈവമാത്ര ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. കഴിവതും എല്ലാവർക്കും പറ്റുമെങ്കിൽ വീഡിയോ ഓണാക്കുമെങ്കിൽ അവരുടെ ഉപകാരമായിരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. Praise the Lord. ഇത് ശബ്ദം ക്ലിയർ ആണല്ലോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2024 ആമേൻ ഈ മാസം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. പ്രിയ കർത്താവിന്റെ അഭിഷിക്തത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങൾക്ക് സ്തോത്ര ആത്മീകമായ ബന്ധം ഞങ്ങൾ മുഖാമുഖം കണ്ടില്ലെങ്കിലും ആമേൻ സ്തോത്രം പ്രാർത്ഥനയിലൊക്കെയും ഞങ്ങൾക്ക് ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യാൽ അഭിഷിക്തയോടുള്ള നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം അവരെ ആ ദേശത്ത് വടക്കേന്ത്യ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസിമാർക്കും ആമേൻ വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ, ക്രിസ്തുവിലുള്ള വന്ദനത്തെ ചൊല്ലുകയാണ്. എല്ലാവരുടെയും മുഖം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നെറ്റ്വർക്കിൻ്റെ ഒക്കെ എൻ്റെയൊന്നും ഇടയ്ക്ക് കട്ടായുമായിരിക്കുമെങ്കിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. എന്നോട് പറഞ്ഞു തലമുറകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണോ എന്ന് പറഞ്ഞു. എനിക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ കർത്താവിൻ്റെ ദാസി ഈ മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറയുവാനൊക്കെയും ഇടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ ദാസിക്ക് കൊടുത്ത ആ ദർശനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഓരോ പദ്ധതികളുണ്ട്. പലരുടെ മുഖം കാണാത്തോണ്ട് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ കൃപയിൽ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ഇന്ന് രാത്രി ഈ സമയമായിരിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. പ്രതിയാൽ എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കുക. എനിക്കും ഡോക്ടർ എന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് 1 മാസത്തേന് എൻ്റെ സൗണ്ട് എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷനായി. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് മാത്രമല്ല എൻ്റെ ഈ തൊണ്ടയുടെ സൈഡിൽ ഒരു ഗ്രോത്ത് വളരുന്നതായിട്ടും അതുകൊണ്ട് പ്രസംഗിക്കാനൊന്നും പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മുതൽ മീറ്റിംഗ് തന്നെയാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. കാരണം അവൻ പിടിക്കാൻ നോക്കുന്ന സൗണ്ടിലാണ്. കാരണം ദൈവമാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി എപ്പോഴും എന്നോട് പറയും, പക്ഷെ എപ്പോഴെങ്കിലും ഓരോരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ മീറ്റിങ്ങിൽ കയറുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ നോ പറഞ്ഞില്ല. ദൈവത്തിൽ ആശ്രയിച്ചു ആ നിയോഗത്തോടെയാണ് ഇന്ന് ഈ സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത്. ഒരിക്കൽ കൂടി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ അധികം പറഞ്ഞൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ കർത്താവിന്റെ ദാസി പറഞ്ഞ പോലെ ബാംഗ്ലൂരിന്റെ ദേശത്ത് ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ കുടുംബമായി ഞങ്ങൾ ആയിരിക്കുന്നു. എനിക്കും കർത്താവ് 3 തലമുറകളെ ദാനമായി തന്നു. മൂത്ത മോന് +2 ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മോൻ +2 മോളാണ്, അവൾ 7ലും പഠിക്കുന്നു.
കർത്താവിന്റെ ദാസി തലമുറകളെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് ദൈവം 3 തലമുറകളെ തന്നപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, അപ്പാ നിന്റെ സന്നിധി ഞങ്ങൾ തരുകയല്ല, നിന്റെ സന്നിധിയിലേക്ക് തലമുറകളെ എറിഞ്ഞു തരുവാണെന്ന് പറയുവാനിടെ. എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയങ്ങൾ എടുക്കുമെങ്കിലും ഞാൻ ചുരുക്ക വാചകങ്ങളിൽ പറഞ്ഞ് ദൈവം നിങ്ങളോട് പറയുവാൻ തന്നിരിക്കുന്ന ദൈവശബ്ദത്തെ കൈമാറി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, സ്തോത്രം. കർത്താവ് 3 തലമുറകളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നു. ആമേൻ. 3 പേരെ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുവല്ലായിരുന്നു, എറിയുമായിരുന്നു. കൊടുക്കുന്നതിനും എറിയുന്നതിനും വ്യത്യാസമുണ്ട്. കൊടുക്കുമ്പോൾ ഒരു പിടുത്തം വരും, എറിയുമ്പം പിടുത്തം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 3 പേരുടെയും പേര് എനിക്ക് 8-ാം മാസം എൻ്റെ ഉദരത്തിലായിരുന്ന സമയം കർത്താവ് എനിക്ക് തന്ന പേരുകളാണ്. മൂത്ത മോന്റെ പേര് ജോഷുവ, 2ാമത്തെ മോന്റെ പേര് ജെറോം, ഇളയ മോടെ പേര് ജെസിക്ക. ഞാൻ എന്താ ഈ കാര്യം പറയുന്നത്? ഇത് തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആയതുകൊണ്ടും ഇതിനകത്ത് ഒത്തിരി മാതാക്കൾ ഇതിനകത്തുള്ളത് കൊണ്ടും ഞാൻ ഇന്ന് ഈ രാത്രി ദൈവ സന്ദേശം പറയുമ്പോൾ ഇതിനകത്ത് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നതോട് പറയുക, ദൈവസന്നിധിയിൽ എറിഞ്ഞു കൊടുത്തുകൊള്ളുക. നിന്റെ തലമുറയെ ദൈവം വാഗ്ദത്തം ചെയ്തത് എന്താണോ ആ വാഗ്ദത്തം നിന്നിൽ നിവർത്തീകരിക്കും. ഒരാമേൻ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരാമേൻ പറയാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. തലമുറ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് തന്നെങ്കിൽ അതിനെ കർത്താവിന് വേണ്ടി എറിഞ്ഞു കൊടുത്തോ. ആമേൻ. നമുക്കറിയാം, ലേബർ റൂമിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ വേദനയിൽ നമുക്ക് ഒരു സന്തോഷം വരും. എന്തോ ഒരു കുഞ്ഞ് ഭൂമിയിൽ നമ്മിൽ നിന്ന് ജനിച്ചു. ഈ ജനിച്ചു കഴിയുമ്പോൾ ഡോക്ടർ വന്ന് മുഖത്ത് തട്ടിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, നിനക്കൊരു കുഞ്ഞ് ജനിച്ചു, ആൺകുഞ്ഞാണ് പെൺകുഞ്ഞാണ്, എന്താണ് ജനിച്ചതെന്ന് പറയും. പക്ഷെ ഡോക്ടർ പറയാൻ വന്നപ്പോൾ ഞാൻ ആദ്യം ജോഷുവ ജനിച്ച സമയത്ത് ആദ്യം ഡോക്ടർ വന്ന് എന്നെ നോക്കിയ ഡോക്ടർ അന്നമ്മ എന്ന് പറയുന്ന ഒരു ബിലീവർ ആയിരുന്നു. ഇങ്ങനെ പറഞ്ഞു, നിനക്ക് കുഞ്ഞ് ജനിച്ചു. Praise the Lord. Thank you, Holy Spirit. Thank you, Holy Spirit. Praise the Lord. കേൾക്കുന്നുണ്ടോ? ഓക്കെ. നിനക്കൊരു കുഞ്ഞ് ജനിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞ് ജനിച്ചു, അതെന്താണെന്ന് അറിയണ്ടേ? ഞാൻ പറഞ്ഞു ആൺകുഞ്ഞാ, അതിന്റെ പേര് ജോഷുവ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ പറഞ്ഞു, ഇത് എങ്ങനെ നിനക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം 8-ാം മാസത്തിലേ പറഞ്ഞു. അതുപോലെ 2ാമത്തെ കുഞ്ഞുണ്ടായപ്പോഴും അവന്റെ പേര് ജെറോമും അവൻ ആൺകുഞ്ഞാണെന്നും ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഉദരത്തിലായിരുന്ന 3ാമത്തെ തലമുറ ആമേൻ ദൈവം ഞങ്ങളുടെ ലൈഫിന് തന്നപ്പോൾ അവളെ 7-ാം മാസം എൻ്റെ ഉദരത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ മേൽ ഒരു വാഗ്ദത്തം നമ്മൾക്ക് തരുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു തലമുറയെ തരും. വചനത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം. അബ്രാഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, സാറയുടെ ഗർഭപാത്രം നിർജീവത്വമാണ്. ആമേൻ. അബ്രാഹാമിന്റെ പ്രായം നോക്കണം. ഇതിലൊന്നും നോക്കിയ ഒരു തലമുറ ഉണ്ടാകാൻ മാനുഷികമായി കഴിയത്തില്ല. പക്ഷെ അബ്രാഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആമേൻ. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. പ്രൈസ് ദി ലോർഡ്. അവരത് വിശ്വസിച്ചപ്പോൾ വാഗ്ദത്തം എന്തായിരുന്നു? സാറയുടെ ഉദരത്തിൽ നിന്ന് ഒരു രാജ്യമാ പിറവിയെടുത്തത്. ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് ഒരു സാധാരണ തലമുറയല്ല. ദൈവം നമ്മളെ തന്നിരിക്കുന്ന തലമുറ അസാധാരണ രാജ്യത്തിന്റെ തലമുറയാ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആമേൻ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നാം അതിന് ആമേൻ എന്ന് പറഞ്ഞു. കാരണം നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം ഇന്ന് ഈ ഞാൻ പറയട്ടെ, ഞാൻ സാവധാനമാ ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷിക്കും ഈ വേടുകൾ നിങ്ങൾ ആമേൻ പറ. ഇന്ന് ഈ ലൈവ്, ഇന്ന് ഈ ടൈമിൽ തന്നെ ചില ദൈവപ്രവൃത്തി കാണാൻ പോവാ. നാളുകളായി ദൂത് കേൾക്കുന്നില്ല, നാളുകൾ ദൈവശബ്ദം കേൾക്കുന്നില്ലേ? പക്ഷെ പലരും പറയുന്നു ദൈവശബ്ദത്തിനകത്ത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽ പ്രാപിക്കാൻ തയ്യാറാകുക. ആമേ, കേട്ട വാഗ്ദത്തത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ആമേ, 2024 ദൈവത്തിന്റെ ആത്മാവിനെ വിശ്വസിക്കാൻ തയ്യാറാകില്ല. 2024 ആമേ, ഇയർ ഓഫ് സർപ്രൈസ് മിറാക്കിൾ നിന്റെ ലൈഫിന്റെ മേൽ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്ന തലമുറയ്ക്ക് വേണ്ടി, ദൈവസന്നിധി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ ചെയ്തു തരുക സ്വർഗ്ഗം ശക്തനാ. ആമേൻ, നിന്റെ വാഗ്ദത്തങ്ങളെ റിലീസ് ചെയ്ത ആമേൻ. ഇന്ന് ഞങ്ങൾ ഇവിടെ ദൈവവേല ചെയ്യുന്നത് ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ്. ഞങ്ങൾ 5 പേര് ഒരുമിച്ചാണ്. ആമേൻ, ആമേൻ. സഭയുടെ സ്റ്റേജിൽ നിൽക്കുന്ന 5 പേര് ഒരുമിച്ചാണ്. ആമേൻ. നമ്മുടെ തലമുറകൾ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുക. ഞാൻ എന്റെ തലമുറയോട് പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ആമേൻ. ഞങ്ങൾക്ക് പരിധികൾ കാണും, പക്ഷെ നിങ്ങൾക്ക് പരിധികളില്ല. ആമേൻ. നിങ്ങൾക്ക് സുവിശേഷത്തിന് വേണ്ടി കാതലായി നിൽക്കുക നിങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ, അവരുടെ ഹൃദയത്തോട് ദൈവാത്മാവ് ഇടപെട്ടപ്പോൾ, ആമേ, ആരും ഫോഴ്സ് ചെയ്തില്ല. പരിശുദ്ധാത്മാവ് തന്നെ തലമുറകളോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവര് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനോ ദൈവസഭയുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനോ ഇടയായി തീർന്നു. ഇന്ന് ഈ സമയം ഞാൻ പറയട്ടെ, ദൈവം നമ്മളിൽ തന്നെ ഏൽപ്പിച്ചത് ശുശ്രൂഷ, ദൈവം നമ്മിൽ ഏൽപ്പിച്ചത് എന്തുമായിക്കോട്ടെ, അത് നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിനകത്ത് തലമുറകളിലൂടെ ചെയ്യുക. നമ്മുടെ അകത്ത്, നമ്മുടെ തലമുറകൾക്കകത്ത് ദൈവത്തിന് ചിലത് രാജ്യങ്ങളുടെ ഉണർവ് നമ്മളിലൂടെ, നമ്മുടെ തലമുറകളിലൂടെ, ആമേൻ, ആമേൻ, നമ്മുടെ തലമുറകളിലൂടെ ദൈവം ഇന്ന് രാത്രി ചില തലമുറകളുമേൽ ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോവാ. നമ്മുടെ തലമുറകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി പൊക്കിയെടുക്കുന്ന ഒരു ടൈമാ. ഉപവാസം, പ്രാർത്ഥന വൃഥാവായി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ പലപ്പോഴും ഇവരെ ഉണ്ടായി കഴിഞ്ഞപ്പോഴും സ്തോത്രം, ഇവര് വളർന്നു വരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഇവരുടെ ഓരോ മണിക്കൂറുകൾ വളർച്ചയില് അപ്പ നിന്റെ സാന്നിധ്യത്തിൽ വളരണമേ, നിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് വളർത്തണമേ. എപ്പോഴും പ്രാർത്ഥിക്കും. വെളുപ്പിനെ 3 മണിയുള്ള സമയങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ കിടക്കുന്ന കിടക്കുന്ന കട്ടിലിന്റെ കാൽപാദത്തിൽ ഇരുന്ന അവരുടെ കാലെ തൊട്ട് എങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ഞാൻ പറയട്ടെ, 3 പേരുടെയും കർത്താവ് ഇത്രത്തോളം നടത്തി, ഇത്രത്തോളം ദൈവം കരുതി. ഒന്നും കണ്ടിട്ടല്ല. എൻ ജീവിതാരംഭം വിശ്വാസത്തിന്റെ കാഴ്ച എന്ന് ഭക്തൻ പാടിയതുപോലെ വിശ്വാസത്തെ ഞാൻ പറയുന്നു. ഞാൻ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിപിടിച്ചു പോവുക. നമ്മളെ പിടിച്ചത് സുവിശേഷമാ, നമ്മൾ പിടിച്ചത് മഹത്വത്തെ എങ്കിൽ നമ്മുടെ തലമുറകൾ ഒരിക്കലും മാറിപ്പോകാം ദൈവം അനുവദിക്കത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് ഈ സമയം ദൈവം എനിക്ക് തന്നൊരു വചനമുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. സ്തോത്രം. 13 വരെയുള്ള വാക്യങ്ങളാ. 6ഉം 13 ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുക. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരിയെ യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. സ്തോത്ര. 13-ാമത്തെ വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്ബായ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബെനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്തർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ശമൂവേലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉപവാസം എന്നും അനുഗ്രഹമാണ്. ഞങ്ങളുടെ ലൈഫിൽ സ്തോത്രം 21-40 ദൈവം തരുന്ന നിയോഗത്തിൽ എടുക്കുവാനിടയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ചില ടൈമുകളിൽ ഉപവാസം എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ ഉപവസിക്കും. ആമേൻ.
തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കും. ഞാൻ ഒരു കാലഘട്ടം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപവസിക്കും. ക്രൈസ്തലോ. പിന്നെയുള്ള സമയങ്ങളിൽ ആമേൻ സ്തോത്രം, ഞാൻ പറഞ്ഞ പോലെ വെളുപ്പിനെ 3 മണിക്ക് പ്രാർത്ഥിക്കും. ആമേൻ. ഞാൻ ഇങ്ങനെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഞാൻ എവിടെയായിരുന്നാലും അവര് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് ജോഷുവായും ജെറോമിനെയും ജെസിക്കയും മുദ്രയിടുന്നു. അത് മാത്രമല്ല, അപ്പൊ നിന്റെ കൃഷ്ണമണിക്കുള്ളിൽ ഇവരെ മുദ്രയിടുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട സംരക്ഷണം. പക്ഷേ കൃഷ്ണമണിക്കുള്ളിൽ മുദ്രയിട്ടാൽ തൊടാൻ വരുന്നവൻ പൊള്ളും. മനസ്സിലായോ? മർമ്മം മനസ്സിലായോ? ആമേൻ. തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഗ്ലോറി. കാരണം രക്തത്താലും അവന്റെ കൃഷ്ണമണിക്കുള്ളിലാ. ഞാൻ പറയുന്നു, നമ്മുടെ തലമുറകളെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് ഈ ടൈമിൽ, എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കുന്നു ചില തലമുറകളെ ഇന്ന് രാത്രി ദൈവം ആമേൻ ആമേൻ അവരുടെ മേൽ ദൈവത്തിലെ അഭിഷേകം, ദൈവം പറഞ്ഞ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് നമ്മുടെ തലമുറകളോട് പറഞ്ഞ ശബ്ദങ്ങളെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്നാ ഈ പകൽ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ അഭിഷിക്തയോട് ദൈവാത്മാവ് പറയുക, അവളെ നിന്നിൽ തന്നിരിക്കുന്ന ദൈവിക ദർശനം, ദൈവം നിന്നിൽ തന്നിരിക്കുന്ന ഈ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൽ മാത്രമല്ല, ഞാൻ പറയുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കേൾക്കുവാനിടയായി. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന സുവിശേഷകൻ, അവന്റെ ചെറുപ്പകാലങ്ങൾ, ആ ഭക്തന്റെ ചെറുപ്പകാലങ്ങൾ, അവന്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിച്ച ഓരോ വാക്യങ്ങൾ താക്കോൽ വാക്യമായി പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ പറഞ്ഞു കൊടുക്കുന്ന തന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് വളർച്ചയിൽ ലോക സുവിശേഷകനായി ബില്ലി ഗ്രഹാം അറിയപ്പെടാൻ തുടങ്ങി. നാം നമ്മുടെ തലമുറകൾക്ക് എന്താണോ പകർന്നു കൊടുക്കുന്നത്, അത് നാം എപ്പോഴും നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഹൃദയത്തിനകത്തേക്ക് ആഴങ്ങളിൽ എത്തുമ്പോ വരും കാലഘട്ടങ്ങളിൽ ലോക രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്ന കാലഘട്ടങ്ങളുടെ അഭിഷിക്തരായി, കാലഘട്ടങ്ങളുടെ പ്രവാചക ശബ്ദങ്ങളായി നമ്മുടെ തലമുറ മാറിയിരിക്കും. നമ്മുടെ തലമുറ മാറിയിരിക്കും. അതിനൊരു മാറ്റമില്ല. കാരണം നമുക്ക് പരിധികളുണ്ട്. എന്ന പരിധികളില്ല നമ്മുടെ തലമുറകള്. ദൈവം ഇന്ന് രാത്രി പറയുന്നു, ചില തലമുറകൾക്ക് വേണ്ടി ദൈവം ലോക രാജ്യങ്ങളുടെ ശബ്ദമാക്കി വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി പിറവിയെടുക്കുമെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ശന്തര ഖമന റബസ്ബന റീബൽ ഖമന റഗസ്ബന റബന വൈഡബലബ ശബന റഗദ വൈഡബലബാസ് ബ്രാഖാസ് ബിയാഥോരബ ശഖറസ് ബിയ അഡച്വര റഗൽ ഖൗഡബലബ തന അഭിഷിക്തയോട് ദൈവാത്മാവ് പറയുന്നു, ഇതാ ഞാൻ നിനക്ക് പുതിയതൊന്ന് ചെയ്യുന്നു. നീ മുമ്പുള്ളവേ ഓർക്കണ്ട, പണ്ടുള്ളവേ നിരൂപിക്കണ്ട. മുമ്പുള്ളവേ ഓർക്കണ്ട, പണ്ടുള്ളവേ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ ഒരു പുതിയതൊന്ന്, ഒരു ന്യൂ ബിഗിനിങ് നിന്റെ ലൈഫിന്റെ അകത്ത് അഭിഷിക്തന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം ഏൽപ്പിച്ച ദർശനത്തിനകത്ത് അത് ഒതുങ്ങിയിരിക്കാനുള്ളതല്ല. ദൈവം പറയുന്നു, പ്രസംഗിക്കുന്നവരെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവരെ ലോകമറിയത്തില്ലയോ. അറിയുന്ന ഒടിവനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥന റൂമിൽ കത്തിച്ചു വെച്ച തീ ദൈവത്തിന്റെ ആത്മാവെന്നു ഈ കാലഘട്ടം പ്രാർത്ഥിക്കുന്നവരെ ദൈവ രാജ്യങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ഇന്ന് രാത്രി ചിലർ പുറത്തു വരാൻ പോകുക. വാഗ്ദത്തമുണ്ട്, വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷെ പുറത്തു വരാതിരിക്കുന്ന ചിലതിനെ ദൈവാത്മാവ് ഡിവൈസിൽ ദൈവാത്മാവ് ദൈവം തന്നിലേൽപ്പിച്ച ശുശ്രൂഷ, ആ ശബ്ദത്തെ ദൈവം പുറത്തെടുക്കുന്ന ഒരു കാലഘട്ടമാ 2024. തന്റെ ലൈഫിന്റെ മേൽ സൂപ്പർ നാച്ചുറലെ ദൈവാത്മാവ് ആ സഹോദരിയോട് പ്രാർത്ഥിക്കുന്നവൻ ദൂത് പറയുന്നു. യോസേഫ് സ്വപ്നം കണ്ടു. യോസേഫ് കണ്ട സ്വപ്നം, 2 സ്വപ്നങ്ങളും അവൻ തന്റെ സഹോദരങ്ങളോട് അറിയിച്ചു. അറിയിച്ചപ്പോഴേ പദ്ധതി ഒഴുക്കിയത് വന്ന് കെട്ടിപ്പിടിച്ചില്ല. ഇവനെ എങ്ങനെയെങ്കിലും തീർത്തു കളയണം. കാരണം കണ്ട സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്റെ കറ്റയെ വന്ന് മറ്റു കറ്റകൾ ഉണങ്ങുന്നു.
ആമേൻ. ഇന്ന് രാത്രി പറയുന്നു, വിളിയുള്ളവനെ ഒതുക്കാൻ പറ്റത്തില്ല. മകളെ, നിന്നിൽ വിളിയുണ്ടോ? നിന്നിലുള്ള അഭിഷേകം ഒതുങ്ങാനുള്ളതല്ല. നിന്നെ ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും 2024 പരിശുദ്ധാത്മാവ് പുറത്തെടുക്കും. ശബന രമന വൈഡവനവ സന്തൽ കമന. ഇന്ന് രാത്രി ദൂതിനോട് ആരൊക്കെ പ്രതികരിക്കുന്നു? വിളിയുള്ള ദർശനമുള്ളതിനെ ദൈവം പുറത്തെടുക്കാം. ഒറിജിനലുള്ള ഒതുങ്ങാനുള്ള കാലഘട്ടമല്ല. ഒറിജിനലുള്ള ദൈവത്തിന് ഇരിക്കുന്ന, ദൈവത്തിന് നിലവിളിക്കുന്ന ഭക്തേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്ന് രാത്രി എന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ ദൂത് കേൾക്കാൻ ഇരിക്കരുത്. ഇന്ന് രാത്രി ദൂത് കേൾക്കേണ്ട രാത്രിയല്ല, കേട്ടതിനെ പ്രാപിക്കേണ്ട പോലെ പുറത്തു വരേണ്ട ഒരു പകലായത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ശബന ഖമന റബന വൈഡ. നിങ്ങൾ കാണാനിരുന്ന കണ്ടുകൊണ്ടിരിക്കാം, പക്ഷെ നിങ്ങൾ കാണാനിരിക്കരുത്. പ്രാപിക്കേണ്ടവർ ഇന്ന് രാത്രി പ്രാപിക്കുക. എന്തോ ഭയങ്കരമായ ഒരു എൻകൗണ്ടർ ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കുക. ആമേ. പരിശുദ്ധാത്മാ പറയുന്നു, എൻകൗണ്ടറുകൾ ഇതിനകത്ത് നടക്കുന്ന രാംശസിയ. ആമേൻ, ആമേ. ഫേസ് ടു ഫേസ് ദൈവശബ്ദത്തിൽ കാണാൻ അനുഭവിക്കുക മാത്രമല്ല, അത് നിന്റെ ലൈഫിന്റെ മേൽ, ആമേ, ഇന്ന് രാത്രി എന്റെ മേൽ ദൈവം തന്ന പ്രവാചക ശബ്ദം എന്ന് പറഞ്ഞ ചിലതിനെ എഴുന്നേൽപ്പിച്ച് വിടുക എന്നുള്ള ശമൂവേല. ആമേ. സ്തോത്ര. ദാവീദിന്റെ ഭവനത്തിൽ വന്നപ്പോ ദൈവം പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, ഇശായിയുടെ ഭവനത്തിലേക്ക് പോകാം. നീ പോകുമ്പോ തൈലം നിറച്ചുകൊണ്ട് പുറപ്പെട്ടുപോ. അവിടെ ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് ആരെന്ന് പറഞ്ഞില്ല, പക്ഷെ ദൈവങ്ങളുടെ പ്രവാചകനുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കാട്ടി കടന്നവൻ വീട്ടിൽ വന്ന് അഭിഷേകം പ്രാപിച്ച് രാജസന്നിധി പോയെങ്കിൽ അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ മേലുള്ള നിയോഗം ദൂത് പറയാൻ മാത്രമല്ല, അതെനിക്ക് കൺഫർമേഷൻ അറിയാം. എന്നെ വിളിച്ചിരിക്കുന്നത് പ്രവാചക ശബ്ദത്തിൽ മാത്രമല്ല, ചിലതിന് എഴുന്നേൽപ്പിക്കുവാനുള്ള നിയോഗം എന്റെ മേൽ ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇതിനകത്ത് ഞാൻ കാണുകയാ. സിസ്റ്റർ ആൻസി, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, മകളെ, നിന്നിലുള്ള ശുശ്രൂഷ, നിന്നിലുള്ള ഒരു പ്രവാചക ശബ്ദം, അത് ഓരോ അടയാള സഹിത ദൈവം നിന്നിലൂടെ ദിവസങ്ങളില്ല നീ പോലും അറിയാത്ത ചില വ്യക്തികളെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2024 ദൈവം പറഞ്ഞു, ചില രാജ്യങ്ങളെ കുറിച്ച്, ചില പട്ടണങ്ങളെ കുറിച്ച്, വ്യക്തികളെ കുറിച്ച് ഞാൻ നിന്നെ സ്വപ്നം കാണിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞതാ. അതുപോലെ എന്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് രാത്രി കൈമാറുന്നു. എന്നും നമ്മൾ കേൾക്കാൻ മാത്രമല്ല, ദൈവം എന്നോട് പറയുന്നു, പ്രിയ അഭിഷിക്തേ, ഇതൊരു ശക്തമായ ഉണർവിന് വേണ്ടി ദൈവം പറയുന്നതിനകത്ത് ഒത്തിരി സഹോദരിമാർ ദൈവരാജ്യത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കാൻ പോകുക. ദൈവം പറയുന്ന, നിർജ്ജനമായി കിടക്കുന്ന ഇന്ന് രാത്രി ജീവിക്കുന്ന രാത്രിയെ ഒരു ജീവനായ ഒരു സൈന്യമായി അസ്ഥിതാഴ്വരയുടെ നടുവിൽ നിന്ന് ഒരു ഉണങ്ങിയ അസ്ഥികളിൽ നിന്ന് ഒരു സ്തോത്ര ഉണർവിന് വേണ്ടി അസ്ഥികൾ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി ഒരു സൈന്യ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ പോകുക. ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. ഇന്നലകൾ കത്തിയതാ, ജ്വലനങ്ങളിൽ ജ്വലിച്ചതാ. പക്ഷെ എവിടെയോ യാത്രയിൽ ജ്വലനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വെള്ളമൊഴിച്ച് കരിന്തിരി കത്തിയതുപോലെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഇന്ന് രാത്രി ചിലത് ഒരു സിംഹം സടകുടൻ എഴുന്നേറ്റ് വരുന്നത് പോലെ ഇന്ന് രാത്രി ചിലത് യഹൂദ ഗോത്രത്തിൽ സിംഹമായവേ ഇന്ന് രാത്രി ആ മഹത്വം നിന്നെ അണിയിച്ച ഇന്ന് രാത്രി നീ ചില മേഖലകളെ പൊട്ടിച്ചുകൊണ്ട് ഇന്ന് രാത്രി സിംഹം എങ്ങനെ സടകുടൻ എഴുന്നേറ്റ് വരുന്നു അതുപോലെ എഴുന്നേറ്റ് വരുന്ന ഒരു പകല. Glory, glory. എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല. സോറി, എനിക്ക് പക്ഷെ ദൈവശബ്ദം വിളിച്ചു പറയുക ഇന്ന് രാത്രി ഭയങ്കരമാണ്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നമ്മെ ഏത് രാജ്യത്തുനിന്ന്, ഏത് ദേശത്തുനിന്ന്, ഏത് പട്ടണത്തിൽ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നു. ഇന്ന് രാത്രി പറയുന്നു, മറഞ്ഞിരിക്കുന്ന നിന്നെ ഇന്ന് രാത്രി ദൈവം പുറത്തെടുക്കുന്ന ഒരു പകല. നീ മറഞ്ഞിരിക്കേണ്ടതല്ല, നീ മറഞ്ഞിരിക്കേണ്ടവളല്ല. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാ പറയുന്നു, അഭിഷേകം നിന്നിൽ വന്ന നിന്റെ ലൈഫിൽ വന്ന സാധാരണത്തിൽ നിന്ന് ഒരു അസാധാരണ തല നിന്റെ പേരിനെ ഞാൻ
യാക്കോബേ, ആമേ ആമേ, യാക്കോബ് യാബോക്കിന്റെ കടവിൽ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ ആമേൻ ദൈവം പറഞ്ഞു, നിന്റെ പേരൊന്ന് ഞാൻ മാറ്റുക. ആമേൻ ആമേൻ ആമേൻ, നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്റെ പേര് യാക്കോബ്. പക്ഷെ ദൈവം പറഞ്ഞു, ആമേ അത് പണ്ടായിരുന്നു നിന്റെ പേര്, പക്ഷെ നിന്റെ പേരിനെ ഞാൻ മാറ്റിയെടുക്കുക. നിന്റെ പേര് ഇത് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഞാൻ ഇസ്രായേൽ എന്നാക്കുക. അതെ, അഭിഷേകം വീണ് കഴിഞ്ഞ നിന്റെ പേര് മാറി പോവും. എന്തുവാ? നിന്റെ പേര് രാജ്യത്തിന്റെ പേരാവൂ. ആമേ, നിന്റെ മേൽ ഇന്റർനാഷണൽ കോളിംഗ് കിടക്കുമ്പോ നീ അവിടെ ആമേ, ഇന്നലെ ഞാൻ ചർച്ചയിൽ പറഞ്ഞ പോലെ അന്നാ സാമ്പാറും വെച്ച് നടക്കേണ്ടവൾ അല്ല നീ. ആമേൻ, സ്തോത്രം. നിന്നെ ഒതുക്കി വെച്ച ചില മേഖലകൾ ആമേ സാധാ എന്ന് വെച്ച് കുടുംബം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ടതല്ല, അതോടൊപ്പം ദൈവവേല ചെയ്യുന്ന ആമേ ശക്തമായ തീനാവുകൾ. കാരണം 2024 ദൈവ യൗവനക്കാരെയും, കാരണം അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് ആമേ ദൈവാത്മാവ് പ്രത്യേകം എന്നോട് സംസാരിച്ച ശബ്ദമാ. അന്ത്യകാലഘട്ടത്തിൽ ഞാൻ യൗവനക്കാരെയും അതുപോലെ സഹോദരിമാരെ ഭയങ്കരമായി യൂസ് ചെയ്യുന്ന ദൈവരാജ്യത്തിൽ ശക്തരായി അറിയപ്പെടുന്ന സഹോദരിമാർ എഴുന്നേറ്റ് വരുന്ന ഒരു കാലഘട്ടമാ. ദാഹമുണ്ടോ? ദാഹമുണ്ടോ? ആമേൻ. യേശു കർത്താവ് ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹമുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ലൈഫിൽ ആ നദി തുറക്കുക. എൻകൗണ്ടർ എന്റെ ലൈഫിൽ ഹോളി സ്പിരിറ്റ് എൻകൗണ്ടർ 2021 ഓപ്പൺ ആയപ്പോൾ എന്ന് വെച്ച് ഞാൻ അഭിഷേകം പ്രാപിച്ചിരുന്നില്ല, സ്നാനപ്പെട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചതാ. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നൊരു കാര്യസ്ഥൻ എന്റെ ലൈഫിൽ ആമൻ എൻകൗണ്ടറായി തുറന്നപ്പോൾ ആമൻ ഞാൻ അതാ ശക്തി ലഭിച്ചു കഴിഞ്ഞ യഹൂദിയിലും ശബരിയിലും ലോകത്തിന്റെ അറ്റത്തോളം ലോകത്തിന്റെ പകർച്ച വിശ്വസിക്കുന്നവർ ഇന്ന് ഈ ടൈം ആമൻ പറ, ദൈവത്തിന്റെ ഭയങ്കരമാ അതെ ഉപയോഗിക്കപ്പെടുന്ന ആമൻ വിശുദ്ധന്മാരോട് കൂടെ നിന്നെ ഇരുത്തുന്ന ഒരു സീറ്റ്. പ്രാർത്ഥിച്ചേ രാത്രി ദൂതിലേക്ക് വരും. അവർ മിത്ബയിൽ ഒന്നിച്ചുകൂടി ഒന്നിച്ചിവിടെ കൂടിയോ, അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം, യേശു കർത്താവിന്റെ വാഗ്ദത്തം. ആമേൻ ആമേൻ. യോഹന്നാന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നവരെല്ലാവരും ആമേൻ സ്തോത്രം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവര് ആമേൻ സ്തോത്രം ആമേൻ പ്രവർത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, ആമേൻ വെള്ളത്താലുള്ള സ്ഥാനം മാത്രമല്ല, തീ കൊണ്ട് സ്ഥാനം. അവരതിനു വേണ്ടി കാത്തിരുന്നു, ഒന്നിച്ചു കൂടിയിരുന്നു. എവിടെ ഒന്നിച്ചു നിൽക്കുന്നോ അവിടെ എന്തുണ്ട്? ഉണർവുണ്ട്. ഞാൻ ഇന്ന് ഈ ടൈം പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം ഇവിടെ പറയുവാനിടയായി. ഞാനിങ്ങനെയാ പറഞ്ഞതാ, ഒന്നിച്ച് നിന്നാ ഉണർവ് നടക്കും ഇന്ത്യയിൽ. ദൈവശബ്ദം ഉണ്ട്, ഇന്ത്യയിൽ ഉണർവ് നടക്കും. ആമേൻ. പക്ഷെ ഒന്നിച്ച് നിൽക്കുന്നില്ല. ഇന്ത്യക്ക് പുറത്ത് ഉണർവുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു വറ്റം യുവാക്കൾ ക്യാമ്പസിനകത്ത് ഒന്നിച്ചു നിന്നതാ. പ്രൈസ് ദി ലോർഡ്. അവർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ ക്യാമ്പസിനകത്ത് ഉണർവ് വ്യാപരിച്ചു. ഇന്ത്യക്ക് പുറത്ത് എവിടെയും ഉണർവുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ചിന്തിച്ച ഉണർവ് നടക്കാത്തതിന്റെ കാരണം ഒന്നിച്ച് നിൽക്കുന്നില്ല. ഒരുവനെ കാണുമ്പോ ഹായ, ഉള്ളിനകത്ത് ദൈവസ്നേഹം ഉണ്ടോ എന്ന് ഇന്ന് രാത്രി നാം സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ നാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയാൽ AG-ന്നോ IPC-ന്നോ ഒന്നുമില്ല. എന്റെ വിഷയം അതല്ല. പക്ഷെ ഒന്നിച്ച് നാം നിൽക്കുമെങ്കിൽ വലിയൊരു ദൈവപ്രവൃത്തി ദൈവം നമ്മളിലൂടെ ചെയ്യും. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഇതിനകത്ത് ഒത്തിരി സഹോദരിമാരുണ്ട്, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതാ. നമുക്കൊന്ന് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഞാൻ പറഞ്ഞു, മോശ ചോദിച്ച പോലെ ഞാൻ വിക്കല, ഞാൻ എങ്ങനെ സംസാരിക്കും? എന്നേക്കാൾ ശ്രേഷ്ഠരൊക്കെയും ഈ ഇന്ത്യക്കകത്ത് പട്ടണങ്ങൾക്കകത്തുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ അവരിൽ അറിവില്ലാത്തൊരു അഭിഷേകം ഞാൻ നിന്നിൽ തന്നിരിക്കാം. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ നിന്നിലൂടെ ചെയ്യുമെന്നൊരു ശബ്ദത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ അഭിഷേകത്തിൽ വിശ്വസ്തയോടെ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഹെൽപ്പ് ചെയ്യും.
പരിശുദ്ധാത്മാവ് നമ്മെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറയുന്നു, അഭിഷിക്തെ പ്രാർത്ഥിച്ചോ, ഒരുമിച്ച് നിന്നോ. നിങ്ങൾ ഒരു വലിയ പട്ടണത്തിനൊരു ഉണർവ് ആർക്കും ചെയ്യാൻ പറ്റാത്തത് ദൈവം നമ്മളിലൂടെ ചെയ്യും. അതിനുവേണ്ട കൃപ, അതിനുവേണ്ട ജ്ഞാനം, അതിനുവേണ്ട വിസ്ഡം, അതിനുവേണ്ട വിവേകം, അതിനുവേണ്ട ബലം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തരും. നമുക്കറിയാം, ഒരു കാതറിൻ കുൾമാനെ അറിയാം. ഒരു കാലഘട്ടം ദൈവം ഉപയോഗിച്ച ഒരു അഭിഷിക്തയാണ്. അസാധാരണമായി ദൈവം ഉപയോഗിച്ചു. അടുത്ത സീറ്റിൽ ആരെങ്കിലും കയറി ഇരുന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കാതറിൻ കുൾമാനെ പോലെ കൃപ. ആമേൻ. ഇന്ന് രാത്രി അപ്പാ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ, അതിനു വേണ്ട ഒരു കൃപ എന്റെ മേലൊന്ന് പകരണമേ. ഷബാറാക്ക. നമ്മൾ പലയിടങ്ങളിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ പല വിചാരങ്ങൾക്കകത്ത്, കുടുംബം, പല പ്രശ്നങ്ങൾക്കകത്ത് നമ്മൾ കയറി വരും, നമ്മൾ പ്രാപിക്കും. പക്ഷെ കുറെ പ്രശ്നങ്ങൾ കയറി വരുമ്പോ പ്രാപിച്ചത് എവിടെയെന്ന് അറിയുന്നില്ല. ഷബാര അല്ല, പ്രാപിച്ചതിന്റെ ബലത്തോടെ, കൃപയില്, ജ്ഞാനത്തോടെ, വിവേകത്തോടെ നിന്നാൽ പട്ടണം നമ്മുടെ കരത്തിലിരിക്കും. പട്ടണം നമ്മൾ പിടിച്ചെടുക്കിരിക്കും. ഇവിടെ പറയുന്നു, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ. നമുക്കറിയാം, ആ 1 ശമൂവേലിന്റെ പുസ്തകം 2-3 അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഒരു വല്ലാത്ത കാലഘട്ടമാണ്. വചനം ദുർബലമായിരുന്ന കാലം, ദർശനങ്ങൾ തീരെ ഇല്ലാതായ കാലം, സമാഗമന കൂടാരത്തിന്റെ വിളക്ക് കെട്ടുപോകരുത്. പക്ഷെ വിളക്ക് എന്ത് ചെയ്തു? കെട്ടുപോയ രാത്രികൾ. ഏലി പുരോഹിതന്റെ കാലത്തുണ്ടായ ആത്മീക അധമന നിമിത്തം എന്താ അവിടെ സംഭവിച്ചേ? ഇസ്രായേൽ ഫെലിസ്തർക്ക് അടിമയായി. ഫെലിസ്തർ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവർത്തികൾ, ജാതിക പ്രവർത്തികൾ ചെയ്യുന്നവർ, ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർ, ദൈവമില്ലാത്തവർ. അവിടെ പറയുന്നു, ആലയത്തിനകത്തിരിക്കേണ്ട നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിൽ അവർ കൊണ്ടുപോയി. ഹല്ലേലൂയ. അന്ന് എന്താ? ഫെലിസ്തരാൽ അത് പിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവാൻ തയ്യാറാകാതിരുന്ന ഏലി പുരോഹിതന്റെ സ്തോത്രം എന്ത് ചെയ്തു? ഏലി പുരോഹിതൻ ഇരിപ്പിടത്തുനിന്ന് പുറകോട്ട് വീണ് മരിച്ചു. അടുത്തത് തലമുറകളും ഫെലിസ്തരാൽ ദാരുണ്യമായി കൊല്ലപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പുരോഹിത സ്ഥാനം തലമുറകളില്ല. ഏലി പുരോഹിത തലമുറകളായിരുന്നു. പക്ഷെ അവരും എന്ത് ചെയ്തു? ഫെലിസ്തരാൽ കൊല്ലപ്പെടുവാനിടയായി. പക്ഷെ ഈ ആത്മിക ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിനടുക്ക് ദൈവശബ്ദം കേട്ടുകൊണ്ട് ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരുക. അവന്റെ പേര് ശമൂവേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ഇരുൾ നിറഞ്ഞ, പറയാൻ എളുപ്പമാ. ആ കാലഘട്ടം നോക്കണം. വചനം അപ്പോൾ അതിനു മുമ്പ് വചനമുണ്ടായിരുന്നു, ദർശനങ്ങൾ ഉണ്ടായിരുന്നു, ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു, അടയാളങ്ങൾ ഉണ്ടായിരുന്നു, അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. വിളക്ക് കെട്ടുപോയിട്ടില്ല. സമാഗമന കൂടാരത്തിൽ വിളക്കണയാതെ, കാരണം അവിടെ ആലയത്തിനകത്ത് സ്തുതികൾ ഉയർന്നായിരുന്നു, പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് എവിടെയോ ഇടയ്ക്ക് വെച്ച് തകർന്നുപോയി. അപ്പോൾ ഈ കാലഘട്ടത്തിന് നടുവില ഒരു വ്യക്തി എഴുന്നേറ്റ് വരുന്നത്. ഇന്ന് രാത്രി നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ദേശത്തിനകത്ത് ഇന്ന് രാത്രി ദൈവം കണ്ടിരിക്കുക. ഇന്ന് രാത്രി എഴുന്നേറ്റ് വാ. ഇന്ന് രാത്രി എഴുന്നേറ്റ് വാ. ഇനി ഇരിക്കുവാനും ഉറങ്ങുവാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല സഹോദരിമാരെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറയുന്നു, നീ എഴുന്നേറ്റ് വരുമെങ്കിൽ എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് എഴുന്നേൽക്കുമെങ്കിൽ പ്രകാശം വെളിപ്പെടും. നാം എഴുന്നേൽക്കാം. ഇന്ന് രാത്രി ചിലത് എഴുന്നേൽക്കട്ടെ. ചില പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട്, ഭാരം ഇട്ടുകൊണ്ട്, പ്രതികൂലം ഇട്ടുകൊണ്ട്, ഒരു കാലഘട്ടം പ്രാർത്ഥന, ഒരു കാലഘട്ടം പ്രവചനം, ഒരു കാലഘട്ടം കത്തിയതാ. പക്ഷെ എവിടെ വെച്ചോ കത്തിയതിനെ ഇടയ്ക്ക് വെച്ച എവിടെ വെച്ചോ കത്തിക്കൊണ്ടിരുന്നതിന് എവിടെയാ വെള്ളമൊഴിച്ച് കെടുത്തിയത്? ഇന്ന് രാത്രി ദൈവം എഴുന്നേൽക്ക.
Shabana regana vaida bala bala udabala bala shamdal kamana rabas bara la theras biat horabas biat harabala bala shabara bala bala udala bala shabara kamara bala udabal kamana rabas bara rabal kauda bala bala adara janaravasya ഏത് ദൂരെ ഇരിക്കുന്നുണ്ടല്ലോ ദൈവശക്തി ചിലരുടെ ഭയങ്കരമായി അവ കൊടുങ്കാറ്റിനേക്കാൾ വേഗത ഭയങ്കര കാറ്റടിക്കുക. ആമേ കാറ്റിനൊരു സ്വഭാവമുണ്ട്. കാറ്റ് എവിടെ നിന്ന് വരുന്നതോ എവിടേക്ക് പോകുന്ന അറിയത്തില്ല, പക്ഷെ കാറ്റിന്റെ സ്വഭാവം അറിയാം. ഇന്ന് രാത്രി ചിലരുടെ റൂമിനകത്ത് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഇന്ന് രാത്രി ചിലതിനെ പൊക്കിയെടുക്കുക. ആമ നീ എഴുന്നേറ്റ് വന്നപ്പോ ചിലത് പറഞ്ഞു ആമ ഇവിടെ എഴുന്നേറ്റ ചിലത് ഇവിടെ സംഭവിക്കും, അതുകൊണ്ട് ഇരുത്തിക്കളയാന്ന് പറഞ്ഞ ചിലത്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു നീ എഴുന്നേൽക്കുമ്പോ നിന്റെ പട്ടണത്തിന് വ്യത്യാസം വരും. ആമേൻ ആമേ ഇരുൾ നിറഞ്ഞ ചിലത് ആമ നീ എഴുന്നേൽക്കുമ്പോ വെളിച്ചം പ്രകാശിക്കുക. ചില ദേശങ്ങൾക്കകത്ത് ചില ആധിപത്യങ്ങൾ ആമ നാളെ നീ എഴുന്നേറ്റ് വരുമ്പോ ചില ആധിപത്യങ്ങൾ പൊളിയും. Shavana Rabana Rabasbana Lathena Biatharabala Adavacharagal Kaudavala Shamdana Rebel Kamana Ragasbana Niratri Palane Payakarabai Parishutama Thodigia Adara Charamauda Natalamura Kadiri Dulkana Natalamura Kadiri Latila Megalagale in the Ratri Deva to the Alba Payagara Deva Shakti in the Ratri Yel Amen Ratri Pravika Lava Lava Thara Mana Rama Raga Saka Thara Bala Bala Udabal Kamana Ragasbara Rabal Kauda Bala Bala Udabal Kauda Bala Shaida Bala Bala Thura Bala Alba Vi Pradiganacha Parishuddhalma Vengara Thodana Ama in the Ratri Jay Pravika in the Ratri the Vishayathinagata Ala the Devasana Karina Vishayathinagata in the Ratri Jay Pravika. ജയമുണ്ട് 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 യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി ജയത്തിന്റെ പകല. ആമേൻ ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മറുപടിയുടെ പകല. Thank you, Holy Spirit. Thank you, Holy Spirit. ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു ചില പ്രവാചക ശബ്ദം അടഞ്ഞത് ഇന്ന് രാത്രി തുറക്കുക, വീണ്ടും തുറക്കുക. പ്രവാചക അഭിഷേക ചിലരുടെ മേൽ വീഴാൻ പോകുക. ദൈവം ഭയങ്കര കറക്റ്റായി കറക്റ്റായി പറ നീ ഒരു പ്രവാചകി എന്ന് പട്ടണം ദേശം അടയാളപ്പെടുത്തുന്നത് പോലെ ചിലതിന്റെ മേൽ ലിജി ദൈവം തൊടുക. ദൈവം മകളെ നിന്റെ ശബ്ദത്തെ ദൈവം തുറക്കുക. നിന്റെ വായ അടച്ചു വെക്കാനുള്ളവളല്ല. നിന്നെ വായ അടപ്പിക്കാനുള്ളതല്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ബലാത്കാരമായി ഇന്ന് രാത്രി ചിലത് പിടിച്ചു വാങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുക. നീ കൊള്ള മുതൽ പങ്കിട്ടെടുക്കുക. ദൈവം പറയുന്നു ഈ വർഷം നീ ചില കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്ന പോലെ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഭയങ്കര ഷാബാര ഖമന റബസ്ബന ഉടവലവലവ ഷൈഡവലവലവ ഥുരാലവലവൈഡവലവ അടവൽ ഖമന റഗസ്ബന റബൽ ഖൗഡവലവലവ ഥുരാലവലവ ശബ. Thank you Jesus. Thank you Holy Spirit. Thank you. നോക്കണേ സമയം നമ്മുടെ മുന്നിലില്ല. നോക്കണേ ഇത്ര ആത്മിക ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തില് സ്തോത്രം ഹല്ലേലൂയ. ശമൂവേൽ എന്തുവാ ദൈവ ശബ്ദം കേട്ടുകൊണ്ട് നമുക്കറിയാം ദൈവത്തിനാൽ ജീവിച്ച ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട സ്തോത്ര പ്രിയ അഭിഷിക്തന്റെ ദൈവം ആ ദേശത്തിന്റെ മേൽ സ്തോത്രം ഹല്ലേലൂയ. ദൈവം അവിടെ ശമൂവേലിനെ എഴുന്നേൽപ്പിക്കുക. ശമൂവേലിനെ ദൈവം ഒരു ന്യായാധിപനായി പുരോഹിതനായി സ്തോത്ര ഒരു പ്രവാചക ശബ്ദമായി തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നോക്കണേ സമാഗമന കൂടാരമോ യാഗമോ ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ ആത്മീയ അധമനമായി നിമിത്തം ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ശമൂവേൽ എന്ന ആത്മീയ നേതാവിനെ ദൈവം ഭയങ്കരമായി ദൈവശക്തിയാൽ നോക്കണേ എന്തിനാ തന്റെ ജനത്തെ ഫെലിസ്തർ പിടിച്ചു വെച്ച ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം അവിടെ ഉപയോഗിക്കുക. നമുക്കറിയാം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രാർത്ഥനയാൽ ഉൽപാദിതമായതാ, പ്രാർത്ഥനയാൽ ജനനമെടുത്തതാ ശമൂവേല്. പ്രൈസ് ദി ലോർഡ്.
പ്രാർത്ഥനയാൽ ഉളവായ ശമൂവേലായിരുന്നു. കാരണം അവന്റെ അമ്മ 2-ാം അധ്യായത്തില് നാം അവിടെ വായിക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം നാം അവിടെ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ആമേൻ 2-ാം അധ്യായത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, അപ്പൊ ഹന്നയുടെ പ്രാർത്ഥന ജൽപ്പനമല്ലായിരുന്നു, പ്രവാചക ശബ്ദത്തിലാ പ്രാർത്ഥിച്ചത്. ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എന്റെ ഹൃദയമേ യഹോവയിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. ഞാൻ അതിലേക്ക് വരുന്നില്ല. അവൾ ഹൃദയത്തെ പകർന്നു കൊടുത്തപ്പോൾ ആമേൻ ആമേൻ പെനിനയ്ക്ക് 10 ഉണ്ടായിരുന്നു. ഒറ്റ ഒരെണ്ണം പോലും ആലയത്തിന്റെ പടിവാതിക്കൽ വന്നില്ല. പക്ഷെ ഒറ്റ ഒരെണ്ണം ദൈവത്താൽ ഉൽപാദിതമായോ അത് ആലയത്തിനകത്തിരിക്കും. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റൂം ഡിസൈൻ ചെയ്യുന്ന മാതാക്കളോട് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും. ശബാറ ഖമന റബസ്ബന അവൻ പ്രാർത്ഥന റൂം ഡിസൈൻ ചെയ്തോളുക. പ്രാർത്ഥന റൂമിനെ ഡിസൈൻ ചെയ്തോളുക. ഒരു കാലഘട്ടം ജോൺ വെസ്ലിയുടെ മാതാവ് അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ചു. ആരൊക്കെ കാണാമെന്നാലോ ആ സമയം പ്രാർത്ഥന റൂമിൽ ഇറങ്ങി വരത്തില്ല. ആര് കാണാമെന്ന് പറയും, എന്റെ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവൻ പ്രാർത്ഥന റൂം വിട്ടിറങ്ങത്തില്ല. ഇന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുക കോള് വന്നാൽ എഴുന്നേറ്റ് പോകും, മറ്റു കാര്യങ്ങൾ വന്നാൽ എഴുന്നേറ്റ് പോകും. നമ്മുടെ എത്ര പേർ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുന്നുണ്ട്? ആമേൻ. നമ്മുടെ രഹസ്യ പ്രാർത്ഥന വീണ്ടും ഇല്ലെന്നല്ല, വീണ്ടും നമ്മളൊന്ന് ആരംഭിച്ചു കൊള്ളുക. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സമയം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എപ്പോഴും 1 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ 2 ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. അന്ന് റൂം അടച്ചിരിക്കും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വീട്ടിലിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ചർച്ചിലിരിക്കും. ടാങ്സി പ്രാർത്ഥിക്കും, കിടന്നുറങ്ങും. ടാങ്സി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം തരും, കിടന്നുറങ്ങുമ്പോൾ ദർശനം തരും. ഇത് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും. വചനം തരും, അതെന്റെ പ്രാർത്ഥന റൂമിൽ കത്തിക്കും. ആ കത്തിക്കുന്നത് ദൈവസഭയിൽ ഞാൻ കത്തിക്കും. ആ കത്തിക്കുന്ന എൻ്റെ ലൈഫിൽ കത്തിക്കും. അതെന്റെ പട്ടണങ്ങളിലേക്ക് ഞാനത് കത്തിക്കുമ്പോൾ അതിന്റെ ഡെലിവറൻസുകൾ കാണുവാനിടയാവും. ഇന്ന് പകൽ പറ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കണോ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പണത്തോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന് കൊടുക്ക്. ശബാറ ഖമന റബസ്ബന ആമേൻ ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, പ്രാർത്ഥനയാൽ ഉളവായ ശമൂവേൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന റൂം ഡിസൈൻ ചെയ്തതായിരുന്നു ഹന്ന. ഹന്നയുടെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. അവൾ പറയുന്ന വാക്കുകൾ പ്രവചനത്തിലായിരുന്നു. നമ്മുടെ വാക്കുകൾ പ്രാർത്ഥനയിൽ പ്രവചനങ്ങൾ പുറത്തു വരും. ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനെ അങ്ങനെ ഉപയോഗിക്കാൻ പോകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ശബ്ദത്തിനും അവന്റെ ചെവിക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നോക്കണേ, പ്രാർത്ഥനയെ ഉളവായ ശമൂവേൽ അവിടെ പറയുന്നു, അവർ ഒന്നിച്ചുകൂടി. പക്ഷേ ആ ഒന്നിച്ചുകൂടിയത് എന്തിനാ? ആ ജനത്തെ തിരിച്ചു കൊടുക്കുവാനാ. തിരിച്ച് ആ ജനത്തെ മടക്കി കൊണ്ടുപോവാ, ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുക, വിശുദ്ധിയിൽ വേർപാടിലേക്ക് ഫെലിസ്ത്യരെന്ന് തിരിച്ചു പിടിക്കുവാനാ. അവിടെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള മാർഗം ശമൂവേൽ ദൈവജനത്തിന് പറഞ്ഞു കൊടുത്തു. അവിടെ സ്തോത്രം. 1 ശമൂവേൽ 7-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 7-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ കൃതത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യ ദൈവങ്ങളെയും പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ. അടുത്തത്, എന്നാൽ അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിട്ടുവെക്കുമെന്ന് പറഞ്ഞു. അടുത്തത് 4-ാം വാക്യം.
വിഗ്രഹങ്ങളെയും അസ്തോരേത്ത് പ്രതിബന്ധങ്ങളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ശമൂവേലിനെ അവിടെ ആക്കിയത്? ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന്. അവിടെ നോക്കണേ, അവിടെ നമുക്ക് കാണുന്നുണ്ട് ദൈവം തന്റെ ശമൂവേലിനെ പുരോഹിതനായും പ്രവാചകനായും ഒരു ന്യായാധിപനായി ഉപയോഗിക്കുക. കാരണം ഇവരെ തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രവാചകനായിട്ട് മാത്രം കാര്യമില്ല. ആമേൻ. ന്യായാധിപനായിട്ടും ആമേൻ പുരോഹിതനായിട്ടും. ഫെലിസ്ത്യൻ എന്ന് പറഞ്ഞ ജഡ, ഈ ജഡ കയറി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പാടാം. അല്ലേ? ചർച്ചില് ആമേൻ ഒരു മോനോട് ദൈവാലയം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മോനോട് ദൈവശബ്ദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് അവന് കുറച്ച് മിനിറ്റുകൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ അവൻ പറയുക, ആന്റി എന്റെ അമ്മ IPC, എന്റെ അപ്പൻ IPC, എന്റെ സഹോദരി IPC, ഞങ്ങൾ അവിടെയാ പോകുന്നത്. പക്ഷെ 4 വർഷമായി എന്റെ ഉള്ളിലൊരു ഭയം. എനിക്ക് ചർച്ചിൽ വന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല, ഹെഡ്സെറ്റ് വെച്ചൊന്നും കേൾക്കാൻ പറ്റത്തില്ല. എന്തോ ഒരു ഭയം 4 വർഷമായിട്ട് എന്നെ അലട്ടുക. ഇന്നലെ ആന്റി ദൂത് പറഞ്ഞ് ആമെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒന്ന് എന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോയി. എന്ന് വെച്ചാൽ അവന് പ്രാർത്ഥനയില്ല. എന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് തിരിച്ചു വരാൻ. ചർച്ചിനകത്ത് ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. ഞങ്ങൾ IPC, പക്ഷെ പ്രാർത്ഥനയില്ല എന്റെ ലൈഫ്. പക്ഷെ ഇന്ന് എന്റെ ലൈഫിനകത്ത്, എന്റെ ജീവിതത്തിനകത്ത് എന്തോ ഒരു ദൈവ മഹത്വം ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. ആമേൻ. 24 വയസ്സേ അവനുള്ളൂ. അവൻ ബാംഗ്ലൂരിൽ ഇവിടെ ജോലി ചെയ്യുക. പക്ഷെ ഇന്നലെ അവനെ ദൈവം തൊട്ടു. ഞാൻ പറയട്ടെ, എന്തോ അവന്റെ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മ എന്നോട് പറഞ്ഞു, ആന്റി പറഞ്ഞ ദൂത എന്റെ ഹൃദയത്തോട്, എന്റെ ഹൃദയത്തിൽ തുളച്ചു ചെല്ലുക. അവനെ എനിക്കറിയത്തില്ല. ആമേൻ. അവനുള്ള സമയം ഞാൻ ചർച്ചിലില്ല, ഞാൻ മീറ്റിങ്ങിലായിരിക്കും. പക്ഷെ ഇന്നലെ മുഖാമുഖം കണ്ടപ്പോൾ, ദൈവം അവനെ കണ്ടപ്പോൾ, ദൈവത്തിന്റെ മഹത്വം അവനിൽ വെളിപ്പെട്ടപ്പോൾ, ഞാൻ പറയട്ടെ, ചിലതിന്റെ പറയാം നാളുകളായി മാതാക്കൾ, ഞാൻ 2 കാര്യം പറയാ. മാതാവിരുന്ന് കരഞ്ഞതും അവന്റെ ലൈഫിൽ പൈശാചിക മണ്ഡലം പിടിച്ചതാ. മഹത്വം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു ഭയങ്കര ഡെലിവറൻസ് നടന്നു. ശബാന. നമ്മുടെ തലമുറകൾക്ക് ഒരു എൻകൗണ്ടർ ഏത് ടൈമാ? പ്രാർത്ഥന കുറയരുത് മാതാക്കളെ, നമ്മുടെ പ്രാർത്ഥന കുറയരുത്. നമ്മുടെ തലമുറകളെ ദൈവം തൊടുന്ന ഒരു ടൈമുണ്ട്. ഒരു ശൗലിനെ ദൈവം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം തൊട്ടപ്പോ രൂപാന്തരം നടന്നപ്പോ അവന്റെ പേര് മാറി. അവൻ ആരെയാണ് ഉപദ്രവിച്ചത്? ആമേൻ. നീ ആരെന്ന്? നീ ഉപദ്രവിക്കുന്ന യേശുവെന്ന് ഒരു എൻകൗണ്ടറാണ് തുറന്നത്. പ്രാർത്ഥന മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ ഉപവസിക്കുക. നമ്മുടെ തലമുറകളെ ദൈവം തൊടുന്ന ഒരു എൻകൗണ്ടർ ഉണ്ട്. എനിക്കറിയത്തില്ല ആരോടോ ഈ ദൂത് പറയുക. വർഷങ്ങളായി നിന്റെ തലമുറകൾ അതുപോലെ അവൻ എന്തുവാ ഡയാലിസിസ് പഠിക്കുക. വർഷങ്ങളായി അവൻ പറയാം എന്റെ സപ്ലൈ പോയി. ഞാൻ പറഞ്ഞു എഴുതിയെടുക്ക്. ഇന്ന് പറയാ എനിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ടത്. ഇതുപോലെ എത്ര തലമുറകള്. പക്ഷെ ഒരുവനിൽ മഹത്വം, പ്രാർത്ഥനകൾക്കകത്ത് നിരന്തരമുള്ള പ്രാർത്ഥനകൾ തലമുറകൾ വഴിവിട്ടു പോകത്തില്ല. അവരെത്തേണ്ട റൂട്ടിനകത്ത് ദൈവം അവരെ എത്തിക്കും. കാരണം എന്റെ ശുശ്രൂഷയിൽ ഒത്തിരി തലമുറകൾ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എന്റെ ശുശ്രൂഷ പ്രവാചക ശബ്ദത്തെ ഒരുപറ്റ തലമുറകളെ ജനിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ചില തലമുറകൾ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോവാ. മഹത്വം അവരെ തൊട്ടാൽ അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. മഹത്വം അവരെ പൊതിയുന്ന ഒരു ടൈം. ഉടബലബലവ ശൈഡബലബലവ ധുരബലവ ഉടബലവ അതര ചരാരകസ്മര രംഗൽ ഖൗഡബലവ ശബര രബര വൈഡബലബലബല.
ബിൻസി എന്ന ഡിവൈസ് ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാ. ആമേ മകളെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി അയക്കുക. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. നിന്നോടുള്ള ദൂത യെശയ്യാപ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ വാക്ക്, നിന്റെ ലൈഫിൽ കർത്താവ് നിനക്ക് ചില താക്കോലുകളെ കൈമാറാൻ പോകുക. ചില താക്കോലുകൾ നിന്റെ ലൈഫിന്റെ ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോലാകുന്നു. അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കാനും പറ്റത്തില്ല. ദൈവത്തിന്റെ ചില ഫേവറുകൾ നോക്കണേ. പ്രാർത്ഥന ഉളവായ ശമൂവേൽ എന്തുവായിരുന്നോ? പ്രാർത്ഥിക്കുക. അവര് പറയുക, ആമേൻ. ശമൂവേൽ പറഞ്ഞു കൊടുക്കുക, ആമേൻ. ഉപദേശിക്കുക. തിരിച്ചു വരണമെങ്കിൽ ആമേൻ എന്ത് ചെയ്യണം? ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന്, ഈ ജഡത്തിന്റെ കയ്യിൽ നിന്ന്, ജഡത്തിന്റെ പ്രവർത്തികളിൽ നിന്ന്, ആമേൻ, അടിമയായി നിൽക്കുന്നിടത്തുനിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് മടങ്ങുക. ചിലത് മടങ്ങി വരാൻ പോവാ, ചിലതിനെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവാ. ചില വിഷയത്തിന്റെ മറുപടി അയക്കുന്നു. ചില കുടുംബങ്ങൾ ചിലതിനെ ദൈവം ആമേനിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സിയോപുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ചു കൊള്ളുക, ആനന്ദിച്ചു കൊള്ളുക. നിനക്ക് ചില മറുപടിയാ. ദൈവത്തിന്റെ തലമുറകളെ ദൈവം ഇന്ന് രാത്രി തൊടുക. പിശാചിന്റെ തലമുറ എവിടെ പിടിച്ചു വെച്ചോ, എവിടെ ഒതുക്കി വെച്ചോ, ചില ബൗണ്ടറീസിനെ പൊട്ടിച്ചുകൊണ്ട് അവിടെ പറയുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിഞ്ഞ് അന്യ ദൈവങ്ങളെയും അസ്തരോസ് പ്രതിഷ്ഠകളെ ദൈവമല്ലാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ആമേൻ നമുക്കറിയാം. ഒത്തിരി തലമുറകളെ ആമേൻ പിടിച്ചു കൊണ്ടുപോകുന്ന ദൈവമല്ലാതെ പിടിച്ചു ലോകത്തിന്റെ ചില പ്രതിഷ്ഠകൾ ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചോ. ദൈവം ചിലതിനെ നിർത്തലാക്കാൻ പോകുക. നമ്മുടെ തലമുറകളെ ദൈവരാജ്യത്തിൽ കണക്ട് ചെയ്യാതെ അതിലേക്ക് വരാൻ റൂട്ടിലേക്ക് വരാൻ കഴിയാതെ നമ്മുടെ തലമുറകളെ കൊണ്ടുപോകുന്ന ചില പൈശാചിക സ്പിരിറ്റുകളുടെ വേരുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി വെട്ടുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. അന്യ ദൈവങ്ങളെയും അസ്തരോസ് പ്രതിഷ്ഠകളെ നീക്കിക്കളഞ്ഞ ഇന്ന് രാത്രി മഹത്വമുള്ളവൻ ഇറങ്ങി, യഹൂദ ഗോത്രത്തിൽ സിംഹമായവൻ ഇറങ്ങി. ഇന്ന് രാത്രി ചിലത് ദൈവരാജ്യത്തിലേക്ക് തലമുറകളെ കണക്ട് ചെയ്യാൻ പോകുക. അതിന് വിരോധമായി നിൽക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം നീക്കിക്കളയുക. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നീക്കിക്കളഞ്ഞ ആമേൻ ദൈവത്തെ മാത്രം സേവിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ആമേൻ ആമേൻ. അവിടെ വിടുവിക്കും എന്ന് പറയുക. ആമേൻ ആമേൻ. ഇതിനെയൊക്കെ നീക്കിക്കളയേണ്ടതിനെ മറന്നു കളയുമെങ്കിൽ അവിടുന്ന് നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അടുത്ത വാക്യം, ആമേൻ. ജനം അത് അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അനുസരണ തന്നെ ഭയങ്കര അനുഗ്രഹമുണ്ട്. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിൽ വലയിറക്ക. ഇന്നലെ ഒത്തിരി കഷ്ടപ്പെട്ടത് അതേ ഗന്നസര തടാകത്തില, അവിടെ തന്നെ വലയിറക്കിയത്. അവിടെ തന്നെ യേശു വന്നിട്ട് പറയുക, വല നമ്മളാണ് പറഞ്ഞേനെ, നാഥ ഇന്നലെ ഒത്തിരി ഞങ്ങൾ അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയൊന്നുമില്ല, ഇനിയാണോ? പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്, നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നോക്കട്ടെ, വലയിറക്കിയപ്പോൾ അനുസരണത്തിനകത്ത് വലയിറക്കിയപ്പോൾ അവിടെ വായിക്കുന്നു, കൂടെയുള്ളവർക്ക് സംഭ്രമം. അതുപോലൊരു ബ്ലെസ്സിങ്, ഒരു ഓവർഫ്ലോ വെളിപ്പെട്ടു ചിലരുടെ ലൈഫിൽ. അങ്ങനെ ഒരു ഓവർഫ്ലോ കർത്താവ് പറഞ്ഞു, 2024 നിങ്ങൾ വിശ്വസിച്ച ആമേൻ പറഞ്ഞോ. ചിലരുടെ ലൈഫിൽ ഓവർഫ്ലോ ആയി. ആമേൻ. 2024 സർപ്രൈസിംഗ് ആയിട്ട് ആമേൻ ആമേൻ ആശ്ചര്യം ഉളവാകുന്ന അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. പലർക്കും നിങ്ങളുടെ ലൈഫ് കണ്ട് സംഭ്രമം പിടിക്കും. അതുപോലെ ബ്ലെസ്സിങ്സുകൾ
പരിശുദ്ധാത്മാവ് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചിലരുടെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഈ ദൂത് പറയുമ്പോൾ ചിലരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ സവത്സരങ്ങൾ, നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷകൾ തിരിച്ചു തരും, തിരിച്ചു തരാൻ പോവാ. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞു. ആരുടെയൊക്കെ ലൈഫിൽ കർത്താവ് ചിലതിനെ തിരിച്ചു തരുന്ന ഒരു കാലഘട്ടം പരിശുദ്ധാത്മാവ് അങ്ങനെ തുറക്കുന്നു. റാമാനാസ് ബ്രാഖാസ് ബിഹ ലേദേനാസ് ബിഹ റെഗൽ കൗഡ. ഇതൂത് പറയുമ്പോൾ ചിലർക്ക് രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തുറന്നു തരുന്നു. ദൈവ രാജ്യങ്ങളുടെ വാതിലുകൾ കർത്താവ് ചിലർക്ക് മെയ് മാസം 5-ാം തീയതിക്കുള്ളിൽ കർത്താവ് ചില രാജ്യങ്ങളിൽ കർത്താവ് എത്തിക്കാൻ പോവാ. ദൈവം ചില സൂപ്പർ നാച്ചുറലായ ചില വഴികൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ തുറക്കാത്തത് പരിശുദ്ധാത്മാവ് തുറന്നു തരുമെന്ന് പറയുന്നു. നോക്കണേ, ആമേൻ. വേഗത്തിൽ വരട്ടെ. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു, ജനം അത് അനുസരിച്ചു. ആമേൻ. കാനാവിടെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നു, പക്ഷെ യേശു എന്ന് പറഞ്ഞ ഒറ്റ കാര്യമാണ്. ആമേൻ. കൽപാത്രങ്ങൾ വെള്ളം കോരി അവരത് അനുസരിച്ചു. മേത്തരമായത് അനുസരിക്കുമ്പോഴാ ദൈവ പ്രവൃത്തി നടക്കുന്നത്. അവരെ യഹോവയെ മാത്രം സേവിച്ചു. അപ്പോൾ അടുത്ത വാക്യം, ശമൂവേൽ ജനത്തെ എവിടെയാ? മിസ്പയിൽ ഒന്നിച്ചു കൂട്ടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഉപവസിച്ചു. എന്താണ്? പാത്രത്തിലായിരുന്ന വെള്ളം മുഴുവൻ എവിടെ എത്തി? ദൈവസന്നിധിയിൽ. എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാ ഹൃദയത്തെ മുഴുവനും ദൈവസന്നിധി പകർന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞു, യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാം, നിന്റെ ഹൃദയം വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരട്ടെ എന്ന്. യാമത്തിന്റെ ആരംഭം, നമ്മുടെ യാമാരംഭം എന്ന് പറയുന്നത് 7 മണി അല്ല, 8 മണി. യാമത്തിന്റെ ആരംഭത്തിൽ നാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ആമൻ, ആമൻ. യാമങ്ങളെ പ്രാർത്ഥനയാക്കി പകലാക്കിയിരിക്കുമെങ്കിൽ ചില ദൈവപ്രവൃത്തി കണ്ടിരിക്കും. ക്രൈസ്തലോ, ദൈവ യാമാരംഭത്തിൽ ഇവിടെ പറയുക, യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്ക്, നിന്റെ ഹൃദയം ദൈവസന്നിധി പകർന്നു കൊടുക്ക്. ശബാരക്ക. ഞാൻ പറയാ, ഹന്ന പകർന്നു കൊടുത്തതാ കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദം. ആമേൻ. ബേർ മുതൽ ശേബ വരെ പ്രസിദ്ധനായി. ആമേൻ. പത്തണം ഉണ്ടായിരുന്നു പെനീന, എവിടെ പോയി? ഹൃദയം പകർന്നു കൊടുത്ത മാതാവേ, നിന്റെ തലമുറ വഴിവിട്ടലമോ, നിന്റെ തലമുറ ആലയത്തിനകത്തിരിക്കും. ആലയത്തിനകത്ത് ചിലർ ഇരിക്കണം. ആലയത്തിന്റെ വെളിയിലല്ല തലമുറ, ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ നിയോഗമുള്ള തലമുറകളെ ഒതുക്കുന്ന ചിലത് ഇന്ന് രാത്രി പോകണേ. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ട്. കളിച്ചുല്ലസിച്ച് രസിച്ചത് മതിയാക്ക. ഇന്ന് രാത്രി അതിനുള്ള ടൈമില്ല. ഇന്ന് രാത്രി എഴുന്നേറ്റ് ഉറങ്ങുന്നവരെ ഉറങ്ങുന്നവരുടെ എഴുന്നേറ്റ് കൊള്ളുക. ജീസസ്, ജീസസ്, ജീസസ്. ഒരു യൂത്ത് എഴുന്നേറ്റുമ്പോ പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശബദ രബന. എഴുന്നേറ്റപ്പോ തകർന്നുപോയ പട്ടണം, അവിടെ ഉപവാസ പ്രാർത്ഥന പട്ടണത്തെ തിരിച്ചു പിടിച്ചു. അവൾ പറഞ്ഞു, പ്രാകാരത്തിലിരുന്നപ്പോൾ രാജാവ് അവളെ കണ്ടു, അഗ്രത്തിൽ തൊട്ട് ചെങ്കോലിൽ തൊട്ടു. ആമേൻ. ഇന്ന് രാത്രി ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു രാജാതി രാജാവ് നിന്റെ ഉള്ളിലിരിക്കുമ്പോ, അധികാരം നിന്നെ തന്നപ്പോ, ആമേൻ, ഈ പ്രാകാരത്തിൽ ഇന്ന് രാത്രി എഴുന്നേൽക്ക്. തിരിച്ചു പിടിക്ക. നഷ്ടപ്പെട്ടു പോയ ഉണർവ്, നഷ്ടപ്പെട്ടു പോയ ദൈവപ്രവർത്തനം തിരിച്ചു പിടിക്ക. ഇന്ന് രാത്രി എത്ര പേരുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി കത്തണം? നമ്മള് നോക്കണേ. ആമേ. ഹൃദയം മുഴുവൻ ദൈവസന്നിധി പകർന്നു കൊടുത്തു.
ഇന്ന് രാത്രി നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നാം അറിയിക്കുമ്പോൾ, ഹന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോ അവിടെ ഹൃദയത്തെ പകർന്നു കൊടുത്തപ്പോൾ, അവൾ ദൈവത്തെ അവിടെ ഹൃദയത്തിലുള്ളത് ദൈവത്തോട് അറിയിച്ചപ്പോൾ, ഹൃദയം എന്തുവാ? ദൈവസന്നിധി പകർന്നു കൊടുക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നാം ഉപവസിച്ചു കഴിയുമ്പോൾ മനസ്സിന്റെ അകത്ത് ദൈവപ്രവൃത്തി, ചിലരുടെ ഭാരം, ഇന്ന് രാത്രി ദൈവം പറയുന്ന നാളുകളായി ചുമക്കുന്ന ചില ഭാരം മാറുക. ചിലർക്ക് ഇന്ന് രാത്രി ഭയങ്കര ഡെലിവറൻസ് നടക്കുന്നു. ദൂത് കേൾക്കണ്ട എന്നല്ല, പ്രവചനം കേൾക്കണ്ട, കേട്ടുകൊണ്ടിരുന്നിട്ടോ ഇന്ന് രാത്രി ചിലതിനെ തിരിച്ചറിയാം. നിയോഗമില്ലാത്തത് കേറരുത്, നിയോഗമില്ലാത്തതിനെ മാറ്റി നിയോഗമുള്ളതിനെ കൈക്കൊള്ള. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ ചില മലകൾ സമഭൂമിയാകുക, ചില താഴ്വരകൾ നികത്തി സമതലമാക്കി, ചില വാതിലുകൾ ചിലരുടെ മുന്നിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക, ചില ദുർഘടങ്ങൾ നിരപ്പാകാൻ പോകുക. ഇന്ന് രാത്രി ദൈവം ചില ദൂത് പറയുന്നു. നിന്റെ ശുശ്രൂഷക്കകത്ത് ചില വാതിലുകള് ദൈവാത്മാവ് ഇതുവരെ തുറക്കാത്ത ചില സൂപ്പർ നാച്ചുറൽ വാതിലുകൾ തുറക്കുക. എവതാ തുറക്കട്ടെ. നോക്കണേ, മിസ്പയിൽ ഉപവസിച്ചു പ്രാർത്ഥിക്കുക. ദൈവജനം ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ നോക്കണേ, ഫെലിസ്ത്യ സൈന്യം അവർക്കെതിരെ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാ സൈന്യ യുദ്ധത്തിന് വന്നത്. അവര് പിന്തിരിഞ്ഞോടിയോ? ഭയപ്പെട്ടു പോയോ? ഇല്ല, അവര് പ്രാർത്ഥന ആരംഭിച്ചു. ശുദ്ധീകരണത്തോടുള്ള പ്രാർത്ഥനയാ. ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ഉപവസിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചു. ഫെലിസ്ത്യർ വന്നു, മൈൻഡ് ചെയ്തില്ല. നാം ചില വിഷയത്തിന് ഇരിക്കുമ്പോ പ്രതികൂലം വരും, മൈൻഡ് ചെയ്യരുത്. യഹോശാഫാത്ത് തനിക്കെതിരെ പലരും വന്നു, പക്ഷെ തന്റെ രാജാവ് ചെയ്ത ഒരു കാര്യമാ, ഉപവാസം പ്രഖ്യാപിച്ചു, പ്രാർത്ഥന ആരംഭിച്ചു, ആരാധന ബരാക്ക വെളിപ്പെട്ടു, സ്തുതി വെളിപ്പെട്ടു. സ്തോത്രം. പ്രതികൂലം കണ്ട് ഭയപ്പെട്ടു പോകരുത്. എനിക്കെതിരെ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു, എനിക്കെതിരെ വായ അടപ്പിച്ചു കളയുക, എന്റെ ശുശ്രൂഷ ഇല്ലാതാക്കുക, പലതും എഴുന്നേറ്റ് വന്നു. പക്ഷെ ഞാൻ ചെയ്തത് വിട്ടുമടക്കി പ്രാർത്ഥനയുടെ കൊത്തളത്തിലിരുന്നോ, പ്രാർത്ഥിച്ചോ. കാരണം നമ്മുടെ അകത്തുള്ളത് തീയെ കെടുത്താൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ചില മേഖലകൾ അതിന്റെ ശുശ്രൂഷ ഒതുക്കിയത് എവിടെയാ? ഇന്ന് രാത്രി പുറത്തു വാ. ചിലരുടെ ഭയങ്കര ഡുനാമിസ്, നിന്നുള്ള നിയോഗങ്ങൾ ഒതുങ്ങാറുള്ളതല്ല. അഭിഷിക്ത നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഒതുങ്ങാറുള്ളതല്ല. ഇന്ന് രാത്രി ചിലതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ഇന്ന് രാത്രി പുറത്തു വരാം. സഹോദരിമാർ തയ്യാറാക്കില്ല. രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ ദൈവത്തിന്റെ മഹത്വമായി ദൈവം നമ്മളെ ഉപയോഗിക്കും. പ്രത്യേക ജ്ഞാനം ദൈവം നമ്മുടെ തരും. ദൈവത്തിന്റെ വചനം ഈശായുടെ കുറ്റിയിൽ മുള പൊട്ടി പുറപ്പെടും. അത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ദൈവശക്തിയുടെ ആത്മാവ്. ഇന്ന് രാത്രി പലരുടെ ലൈഫിൽ കർത്താവ് ചിലർ തുറക്കാൻ പോകുകയാണ്. നോക്കണേ, അവിടെ വായിക്കുന്നു, ഒന്നിച്ചു കൂടിയപ്പോൾ ഫെലിസ്ത്യ സൈന്യം അവർക്കെതിരെ വന്നു. സ്തോത്രം. കാരണം ഞാൻ പറഞ്ഞ ശുദ്ധീകരണത്തോടെയുള്ള ഉപവാസം, പ്രാർത്ഥനയും ആരാധനയും അതിന്റെ ഘടകങ്ങൾ വെളിപ്പെട്ടപ്പോൾ അപ്പോൾ ശമൂവേൽ ദൈവത്തിന് യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ 5 ഒന്നാമത്തെ കാര്യം ഒരു വലിയ ജയം. 1 ശമൂവേൽ 7:10 പറയുന്നു, യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. ദൈവം പറയുന്നു, നിനക്കെതിരെ വരുന്നത് ഒരു വഴിയായി വന്നത് 7 വഴിയായി ദൈവം തിരികെ അയക്കും. ശത്രുവിനെ കണ്ട് ഭയപ്പെടരുത്. നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, നമ്മളിൽ ഭീരുത്വ ധൈര്യത്തിന്റെയും ദൈവശക്തിയുടെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. സ്തോത്രം. അവിടെ പറയുക, യഹോവയെന്ന് ഫെലിസ്ത്യരുടെ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ശത്രു സൈന്യം നമ്മളോട് അടുക്കുമ്പോൾ നാം ആരാധനയിലും പ്രാർത്ഥനയിലും ആണെങ്കിൽ ദൈവം അവരെ പരിഭ്രമിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ലേഖനങ്ങളിൽ വായിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പ്, ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുവിൻ.
സ്തോത്രം അതിന് പായിടണമെന്നില്ല. നാം ഏത് ജോലി ചെയ്യുമ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചോ. പലപ്പോഴും ഞാൻ അടുക്കളയിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വ്യക്തികൾ വന്നാൽ പോലും എനിക്ക് അടുക്കളയിൽ അറിയാം ഇന്ന വ്യക്തി വന്നിരിക്കുന്നു, ഏത് സ്വഭാവത്തിലാ ഏത് മേഖലയിലോ വന്നയെന്ന് ആത്മാവിൽ എനിക്ക് തിരിച്ചറിയും. എന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ് തന്ന ജ്ഞാനമാണ്. കാരണം നാം ഏത് തന്നെ എന്തുവാ ആത്മാവിൽ ഒരുവനുമായി സംസാരിച്ചു കൊണ്ടായിരിക്കുന്നു. റാംഷസി ആധര, ഞാൻ പറയും മുട്ടുസൂചി മേടിക്കാൻ പോണേ പോലും ഞാൻ പരിശുദ്ധാത്മാവിനോട് അനുവാദം ചോദിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ട് പോകും. റാംഷസിയ, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്റെ വിശ്വാസത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്, വിശ്വാസത്തിൽ തന്നെയാണ് നടക്കുന്നത്. വിശ്വാസത്താ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞ പോലെ എന്റെ സബ്ജക്റ്റ് അതല്ല. ഞാൻ സഹോദരിമാരെ ബലപ്പെടുത്തുക. ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ ജീവിതാരംഭം വിശ്വാസത്താല. നോക്കണേ, ഇവിടെ നോക്കണേ. ഇവിടെ പ്രാർത്ഥനയില്ല, ഉപവാസത്തില. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവരായിരുന്നപ്പോൾ വലിയൊരു ജയം ശമൂവേലിനും തന്റെ കൂട്ടർക്കും ദൈവം ഒരുക്കുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ 20 വർഷമായി അവർ നേരിട്ട് കൊണ്ടിരുന്ന പരാജയത്തെ ഒറ്റ ഉപവാസത്തിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് ദൈവം ജയമാക്കി മാറ്റി. ദൈവം ദൂത് പറയുന്നു, അനേകം വർഷങ്ങളാ ജീവിതത്തിൽ പരാജയം അനുഭവിച്ച വ്യക്തിയാണോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്റെ ലൈഫിൽ ഇന്ന് പകൽ ദൈവം ചിലത് തിരിച്ച് അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കഴിച്ച ഒറ്റ രാത്രിയിലാ. ഇന്ന് ഒറ്റ നാളെയല്ല, ഈ നിമിഷത്തിൽ തന്നെ ചിലരുടെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരുക. നീണ്ട വർഷങ്ങൾ ചില പരാജയങ്ങളെ ഒറ്റ ജയമാക്കി ദൈവം മാറ്റുന്ന ഒരു ദിവസം എന്ന് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു. 2 ഫെലിസ്തർ ഒതുങ്ങി. 1 ശമൂവേൽ 7:13 പറയുന്നു, ഫെലിസ്തർ ഒതുങ്ങി, പിന്നെ ദേശത്തേക്ക് വന്നുമില്ല. ദൈവത്തിന്റെ നിന്നെ തുടർമാനമായി അകാരണമായി പീഡിപ്പിക്കുന്ന ചില ഫെലിസ്തർ ശക്തി ഒതുങ്ങണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഉപവാസത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ കത്തുമ്പോൾ ചിലത് ഒതുങ്ങും. ഇന്ന് രാത്രി ചിലത് ഒതുങ്ങാൻ പോകുക. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ നിൽക്കുന്ന ചിലത് ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ചിലത് ഒതുങ്ങാൻ പോകുക. പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്ത ഉണ്ടെങ്കിൽ ദൈവം ശത്രുവിനെ നിന്റെ സ്ട്രീറ്റിൽ നിന്ന് തന്നെ നിരോധിക്കും. റിബാലവന വൈശ്യ പൗഡബലം. 3 നഷ്ടപ്പെട്ടവയെ തിരികെ പിടിച്ചു. സ്തോത്രം, നോക്കണേ. ഫെലിസ്തർ പിടിച്ചെടുത്തിരുന്ന ഇസ്രായേൽ പട്ടണങ്ങൾ അവർ വീണ്ടും നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ, കൃപകളെ തിരികെ പ്രാപിക്കുന്നതിന് ഉപവാസം കാരണമാകും, പ്രാർത്ഥന കാരണമാകും. നോക്കണേ, ജഡത്തിന്റെ ശക്തികളെ വിജാതിക ശക്തികളെ പ്രതികരിക്കുന്നതാ ഫെലിസ്തരിന്. അവയെ തോൽക്കണമെങ്കിൽ ഉപവാസത്തിനും പ്രാർത്ഥനയിലും മാത്രമേ കഴിയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് രാത്രി ഈ ദിവസങ്ങൾ കത്തിക്കൊണ്ടിരിക്കട്ടെ. നമ്മുടെ ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ കത്തട്ടെ. വിളക്ക് കെടാതെ വണ്ണം ആത്മാവിൽ നാം പോരാടുമെങ്കിൽ ഒരു സൈന്യം നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് വരും, ഒരു തലമുറ നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ കാരണമായി തീരും. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ശമൂവേൽ തന്റെ ജനത്തിന് വേണ്ടി 7 ആത്മീയ ശുശ്രൂഷ. 1 പ്രാർത്ഥിച്ചു, 2 ഉപവസിച്ചു, 3 വചനം നൽകി, 4 ന്യായപാലനം ചെയ്തു, 5 അഭിഷേകം ചെയ്തു, 6 തന്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു. നോക്കണേ, അത്രയും ചെയ്തപ്പോൾ ഫെലിസ്തരിൽ തന്റെ ജനത്തിനെ ദൈവം തന്റെ ജനത്തെ തന്റെ ശമൂവേലിന് മേൽ തിരികെ കൊടുത്തു. ദൈവം പറയുന്നു, അതെ, ഉണങ്ങിയ അസ്ഥികൾ തന്റെ സ്തോത്ര ഹെസ്കേൽ എന്ന പ്രവാചകനിലൂടെ യഹോവയുടെ അരുളപ്പാട് അറിയിച്ചപ്പോൾ, അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു ഹൃദയം വെച്ചു പിടിപ്പിക്കുക. സ്തോത്രം, ചിലതിനെ വിട്ടുകളഞ്ഞ് മടങ്ങി വരുമെങ്കിൽ ദൈവം ആ അസ്ഥികളെ ജീവിപ്പിച്ചതുപോലെ ചില ഉണങ്ങിയ അസ്ഥികൾ ഇന്ന് പകൽ ജീവിക്കുന്ന പകല, ഇന്ന് പകൽ ജീവൻ വെക്കുന്ന പകല. ഒരു ആത്മീയ അന്തരീക്ഷം, ആത്മീയ തലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുക. 2024 നമ്മുടെ ലൈഫിൽ സൂപ്പർ നാച്ചുറൽ ഇയർ ആയി. 2024 ജയത്തിന്റെ വർഷമാക്കി. 2024 ആത്മാവിന്റെ ദൈവപ്രവർത്തികൾ നമ്മളിലൂടെ ചെയ്യുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന വർഷമാക്കി കർത്താവ് നമ്മെ തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അവസരം ഒരുക്കിയ പ്രിയ അഭിഷിക്തയോട് എല്ലാ പ്രവർത്തനം നന്ദി പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും തലമുറകളെയും സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ. Amen. 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 Praise the Lord. Amen. Amen. Amen.
സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് ഇന്ന് വൈകുന്നേര സമയത്ത് രണ്ടാമത്തെ സെഷനില് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കടന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവ അവകാശം ഒരുക്കി ക്രൂശിന്റെ മറവിൽ നിന്ന് വചനം ഘോഷിപ്പാൻ നമ്മൾ ഓരോ പ്രിയപ്പെട്ടവരോടും വചനത്തിന്റെ ദൂത് നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജോമൽ വർഗീസിനെ കൂടെ ദൈവം പ്രവർത്തിച്ച കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. നമ്മൾ 3 കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ അല്ലെങ്കിൽ ഇന്ന് രാവിൽക്കാലവും നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ദിനം കൂടിയാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. 3 കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറട്ടെ. ജോഷുവ, ജെരമ്യ, ജെസിക്ക 3 കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടുന്ന അറിയപ്പെട്ട കുഞ്ഞുങ്ങളാക്കി അല്ലെങ്കിൽ കർത്താവിൽ പ്രസിദ്ധരായ കുഞ്ഞുങ്ങളായി തീരുവാൻ വീണ്ടും പുതിയ അഭിഷേകത്തിൽ പുതിയ കൃപയാൽ ഈ പുതിയ വർഷത്തിൽ ദൈവം അത് ഉപയോഗിക്കുമാറാട്ടെ. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന് ആത്മാർത്ഥമായ ദൈവത്തിന്റെ സ്ഥലം ഒന്നിച്ച് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ സ്ഥലം പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നല്ലൊരു ജ്യോതിഷികളെ പോലെ കർത്താവിന് വേണ്ടി ചോദിപ്പാൻ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മൾ താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ അപ്രകാരം നല്ലൊരു വെളിച്ചമാക്കി നമ്മൾ ഉപയോഗിക്കുമെന്നുള്ള വ്യക്തമായ ഹല്ലേലൂയ ദൂത് നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കർത്താവെ ഞങ്ങൾ ഒന്നുമില്ല ഹല്ലേലൂയ അങ്ങനെ ഞങ്ങൾ പകർന്നിരിക്കുന്ന ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാനുള്ള ഒരു ദൈവിക കൃപ ഹല്ലേലൂയ ഞങ്ങൾക്ക് തെരുമാറണമെന്ന് ആത്മാർത്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നമ്മൾ ദൈവം ഒരുക്കിയെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ മുഖാന്തരം ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പട്ടണം ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം ഒരു വിളക്ക് പോലെ പ്രകാശിക്കും. മലമേലിരിക്കുന്ന പട്ടണം പോലെ ഹല്ലേലൂയ ശോഭിപ്പാൻ നമ്മളെ ഓരോ വ്യക്തിവിധങ്ങളെയും ദൈവം ഒരുക്കിയെടുക്കണം. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ താഴ്ത്തി സമർപ്പിക്കാം. കേട്ട ദൂതിന്റെ മുമ്പാകെ കേട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മൾ ഓരോ പ്രിയപ്പെട്ടവരെയും താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീർന്നു. ഓരോ സെഷൻ ബൈ സെഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇന്ന് പൽക്കാലവും അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേലും അത് അനുഗ്രഹമായി തീരുവാൻ തക്കണം ഇടയാക്കണ്ടായി നമുക്ക് ശക്തമായി പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അല്ലെങ്കിൽ ആ സ്തോത്രം നമ്മൾ കേട്ട വചനയുടെ മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കാൻ നമ്മുടെ സൂസൻ തോമസ് ആന്റി പ്രാർത്ഥിച്ച ആസ്വാദം പറയുന്നതായിരിക്കും. ഹല്ലേലൂയ ആ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ നല്ലൊരു ശമൂവേൽ ബാലനെ പോലെ ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നതുപോലെ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ ഹല്ലേലൂയ മുതിർന്ന കുഞ്ഞുങ്ങൾ വരെ നമ്മൾ പ്രായരുകൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി യഹോവയുടെ വചനത്തിന്റെ പത്യോപദേശത്തിൽ തന്നെ വളർത്തുവാനും നമുക്ക് ആവശ്യമായ ദൈവിക കൃപ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരേണ്ടതെന്ന് വിശേഷം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കണം. വക്രതയും കോട്ടയുമുള്ള ഈ തലമുറയുടെ മധ്യത്തിൽ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സഹോദരൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ യേശുവിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുമാറാണമെന്ന് പറഞ്ഞതുപോലെ ആ ദൈവിക സംരക്ഷയിൽ തന്നെ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾ തുടർന്നും ആയിരിക്കാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. ഹല്ലേലൂയ സഹോദരം ഹല്ലേലൂയ ജോമൽ വർഗീസിന്റെ പറയാനിടയായിത്തീരുന്നത് തന്റെ ശാരീരിക അസ്വസ്ഥതകൾ സംസാരിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അല്ലെങ്കിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയില് വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ ലോക വൈദ്യന്മാർ പല കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവം തന്ന കൃപയ്ക്ക് ഒത്തോണം ദൈവം തന്ന അഭിഷേകത്തിനൊത്തോണം വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന തൊണ്ടയ്ക്കുള്ള ഇൻഫെക്ഷന് ആ ഗ്രോത്തൊക്കെ എല്ലാം മാറിക്കിട്ടുവാനും ഇടയാക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായി അല്ലെങ്കിൽ ബാംഗ്ലൂർ പ്രദേശത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മുടെ ഈ സ്തോത്ര ഇന്ന് പൽക്കാലം അനേക സഹോദരിമാർ ജോയിൻ ചെയ്യുന്നതിടെ തീർന്നല്ലോ. ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ ദേശങ്ങളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം ആ ഒരു ബോധം നമ്മുടെ അല്ലെങ്കിൽ ആ സ്തോത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് അല്ലെങ്കിൽ അനുഗ്രഹപ്പെട്ട ഒരു ജ്യോതിഷികളെ പോലെ കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ എന്നെ എന്റെ കുടുംബത്തെയും ദൈവം ഉപയോഗിക്കുമെന്നുള്ള ദൈവിക ബാധ്യത മുറുകെ പിടിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ അല്ലെങ്കിൽ ആരംഭ സമയങ്ങൾ മുതൽ തന്നെ നമ്മൾ വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അത് ഒരുക്കിയെടുക്കുക തന്നെ ചെയ്യും. അതങ്ങനെ പ്രാരം ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ആറ്റിൽ നിന്നിരിക്കുന്ന വിഷം പോലെ തഴച്ചു വളരുവാൻ അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് ഉപയോഗിക്കുമാറാണ്. ഈ കൂടി വരുവ ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിലും അനുഗ്രഹമാക്കി തീർത്തതിനായ സ്തോത്രം എന്ന് പറഞ്ഞ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സ്ഥലം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ കൂടി വരെ എല്ലാം കൊണ്ട് അനുഗ്രഹമായി തീരുവാനും പരിശുദ്ധയുടെ നമ്മുടെ ഫെബ്രുവരി സിസ്റ്ററെ രാവിലെ ശേഷം നമ്മൾ പാടിയ മോനെ ഏത് മോനെ അല്ലെങ്കിൽ ആ സ്തോത്രം അല്ലെങ്കിൽ ഹലോ പ്രൈസ് ലോർഡ് ബിന്ദു മാമേ. പ്രൈസ് ലോർഡ് മാമ ബിൻസിയ. പിന്നെ എന്റെ മോൻ ഇന്ന് മുതൽ ബോർഡ് എക്സാം പ്രാക്ടിക്കല് ചാലുവായിരുന്നേ. ബോർഡ് പ്രാക്ടിക്കല് ചാലുവായിരുന്നു. എനിക്ക് ഇന്നലെ കയറാൻ പറ്റിയില്ല. ഇന്നത്തെ എക്സാം നന്നായിട്ട് പ്രാക്ടിക്കൽ നടന്നു. ഇനി പിന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് പ്രാക്ടിക്കൽ എക്സാം ഉള്ളത്.
ഇന്ന് ഫിസിക്സിന്റെ കടന്നു, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. അവൻ വന്നപ്പം പറഞ്ഞു നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞു, നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്തു എന്ന് പറഞ്ഞു, അതിന് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്. തുടർന്ന് അവനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബുധനാഴ്ച ഇടന്ന് കെമിസ്ട്രി, പിന്നെ വെള്ളിയാഴ്ച ഇടന്ന് ബയോളജി. എനിക്ക് വേദന കുറച്ച് കുറവുണ്ട്. ഇന്നലത്തെ അവസ്ഥയായിരുന്നു ഒത്തിരി ആയിരുന്നു. എനിവേ കുറച്ച് കുറവുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ശനിയാഴ്ച രാത്രി ദൈവം എന്നെ ഒരു 4 മണി കഴിഞ്ഞാ പറഞ്ഞു. അത്രയും നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്തുവാന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു വരാൻ പോകുന്നിടത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിച്ചില്ല, കിടന്ന്. കാര്യം ദൈവം ഇങ്ങനെ ഉണർത്തുമ്പോ എണ്ണിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കിടന്ന് ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കും, പിന്നെ വേറെ എന്തെങ്കിലും ചിന്തിക്കും. അങ്ങനെ ഇരുന്ന് എന്നാലും വലിയ ആപത്ത് അനർത്ഥം വരാമെന്നായിരുന്നു. കാര്യം നേരെ മുന്നല്ല ഈ ഇരുമ്പിന്റെ ടേബിള് പോലത്തെ ഉണ്ടായിരുന്നു, വയറുകളെല്ലാം ഉണ്ടായിരുന്നു. എന്തുവായാലും വീണു. പക്ഷെ സ്വർഗം എന്നെ വിടുവിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥിച്ചല്ല വീണ്ടും പൂർണ്ണമായി. കാര്യം ഇരുന്നേ ചിന്തിക്കുമ്പോൾ ഒരിച്ചിര വേദനയുണ്ട്. പ്രാർത്ഥിക്കുക. ജിസമോള് യാത്രയിലാണ്, അവളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ 4 ദിവസം കഴിഞ്ഞേ ഇനി വരികയുള്ളൂ. ക്രിസിന്റെ പിആറിന്റെ കാര്യം ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. എനിക്കും ശരീരത്തിന് കാര്യം തൊണ്ടയ്ക്കും ഒക്കെ ഒരിച്ചിരി അസ്വസ്ഥയുണ്ട്. എല്ലാം പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്കിടയ്ക്ക് കയറാനൊത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ യാത്രയില്ല, ഇപ്പോഴും വീട്ടിലെത്തിയില്ല. കിട്ടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കയറിയത്. അസിസ്റ്റന്റ് ഇച്ചിരി നേരം കേട്ടു, പിന്നെ കേൾക്കാനൊത്തില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിന്ദുശ്രീ, പ്രൈസ് ലോർഡ്. ബിന്ദുശ്രീ, ഞാനിങ്ങനെ വീട്ടിലാണ്. എൻ്റെ പപ്പായ ഞാൻ പറഞ്ഞില്ല, അന്ന് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു തലവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് ഗ്രൂപ്പിൽ കയറാനേ പറ്റിയില്ല. ഞാനിപ്പോൾ ഇവിടെയുണ്ട്, പപ്പയുടെ അടുത്തുണ്ട്. പിന്നെ ഞാൻ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അത് തലവേദനയായിട്ട്, കടുത്ത തലവേദനയായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ അവർ CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തൊന്നും കണ്ടില്ല. പക്ഷേ അതിന് ഒരു ശകലം നമ്മുടെ സൈനസിന്റെ പ്രോബ്ലം ഉണ്ട്. കഫം കെട്ടി ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. പിന്നെ അത് ചെള്ളയുടെ ഭാഗത്തായിട്ട് അങ്ങ് നീരായിരുന്നു, അതിന് വാ തുറക്കാൻ വയ്യാത്ത പോലെ. അപ്പം എന്നിട്ട് അവിടെ അങ്ങ് ഇത്രയും നീരായി കഴിഞ്ഞപ്പോൾ അവർ ആ സ്കാനിങ്ങിനകത്ത് തെളിഞ്ഞത് ഫംഗൽ ഇൻഫെക്ഷൻ എന്നാണ് തെളിഞ്ഞത്. ഫംഗൽ ഇൻഫെക്ഷന്. പക്ഷേ 88 വയസ്സില്ല. എൻ്റെ പപ്പയ്ക്ക് 88 വയസ്സുണ്ട്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് മൂക്കിനകത്തൂടെ ഒരു എൻഡോസ്കോപ്പിൽ സർജറി ഉണ്ട്. പക്ഷേ ഏജ് ഇത്ര ആയതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ വളരെയധികം ക്ഷീണാവസ്ഥയാണ്. അതിൻ്റെ കൂടെ പിന്നെ ഹൃദയമിടിപ്പ് കൂടുകയും പ്രഷർ ഇല്ലാത്ത ആളാണ്. പക്ഷെ പെട്ടെന്ന് BP ഹൈ ആകുകയൊക്കെ ചെയ്തു. പ്രാർത്ഥനയുടെ ഫലമാണ് എനിക്കറിയാം. എന്നാലും ദൈവം ഒത്തിരി വിടുതൽ കൊടുത്തു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസം ഇങ്ങ് വീട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം വീണ്ടും മൂക്കിനകത്തൂടെ ബ്ലഡ് കണ്ടു. പെട്ടെന്ന് ബ്ലഡ് കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് തന്നെ അന്നേരം തന്നെ പിന്നെയും ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവർ പറഞ്ഞത് മൂക്കിന്റെ ഉള്ളിൽ കൂടെ വന്ന ബ്ലഡ് അല്ല, അത് ഇത് ഇൻഫെക്ഷൻ മൂലം ഉണ്ടായതാണെന്നാണ് അവർ പറയുന്നത്. അതോ മൂക്ക് മുറിഞ്ഞായിരിക്കുന്നത്. പക്ഷെ എങ്കിലും വായിക്കകത്തൂടെ അത് കുറച്ച് ബ്ലഡ് ഇങ്ങനെ വന്നു. അത് മൂക്കിനകത്തൂടെ തൊണ്ടയ്ക്കൂടെ വന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അവരെ ICUലൊക്കെ കിടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ 88 വയസ്സില്ലേ, അപ്പം ഞങ്ങളത് കിടത്തിയില്ല. പക്ഷെ എന്തായാലും ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ജബർദസ്തി അവരെ ഇങ്ങ് കൊണ്ടുപോരുന്ന എൻ്റെ പപ്പായെ. പക്ഷെ ഇന്നലെ കൊണ്ടുവന്നതിൽ ഒത്തിരി 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 ബെറ്റർ ആയിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ BP ആണേലും ഒത്തിരി താന്ന് നോർമലായി. ഹൃദയമിടിപ്പാണേലും വീട്ടിൽ നമുക്കെല്ലാം നോക്കാനുണ്ട്, അതെല്ലാം നോക്കി പക്ഷെ BP എല്ലാം കുറഞ്ഞു. ഹൃദയമിടിപ്പാണെങ്കിലും 130-ലൊക്കെ വന്നത്, അത് 75-80-ലേക്കൊക്കെ ഒത്തിരി എല്ലാം ഇതായി നോർമലായി. പക്ഷെ തലവേദന നല്ലതായിട്ടുണ്ട്. കാരണം സൈനസിന്റെയാണ്, നല്ല കഫക്കെട്ടാണ്. അപ്പം പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് എഴുന്നേറ്റിരുന്ന്. വീണ്ടും സഹോദരിമാർ പ്രാർത്ഥിക്കണം. ബന്ധുഷ്ഠ കുടുംബം പ്രാർത്ഥിക്കണം. പ്രത്യേകം എൻ്റെ പപ്പായ ഓർത്ത്. ശരീര ക്ഷീണത്തിൽ കൂടെ പോയാലും പ്രത്യേകം ശ്രദ്ധിക്കാനൊക്കെ ഞാൻ ചേച്ചിയും കൂടാണ് നോക്കുന്നത്. അപ്പൊ എപ്പോഴും എനിക്ക് ഓടി വരാൻ പറ്റത്തില്ലല്ലോ. ഞാനും ഒരു വീട് വിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. നാളെ ഞാൻ പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ചേച്ചി മാത്രമേ ഉള്ളൂ അവരെ ശുശ്രൂഷിക്കാൻ. പ്രത്യേകം ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പൂർണ്ണമായ ഒരു സൗഖ്യം കൊടുത്ത് എഴുന്നേറ്റ് നടക്കണം. അതുപോലെ തന്നെ എനിക്ക് ഞാൻ ബിന്ദുസ്റ്റോട് പറഞ്ഞിരുന്നു, എനിക്ക് നടുവിന് വേദനയാണ്. ഒരു പൂർണ്ണമായ വിടുതൽ വന്നിട്ടില്ല. എങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം കൃപ തരുന്നുണ്ട്.
കയറാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞത്. പ്രത്യേകിച്ച് പിതാവിനെയും എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന അപേക്ഷ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അലന മോളെ പ്രൈസ്. എന്റെ കസിൻ അക്സ ചേച്ചിക്ക് 17, 19, 20 കൂടെ എക്സാം തുടങ്ങുവാണ്. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഏതിന്റെ എക്സാം ആണ്? നേഴ്സിംഗിന്റെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെമസ്റ്റർ അവള് എക്സാം എഴുതുക. ആങ്ങളയുടെ മോളാ, ഒറ്റ മോളല്ലേ അവള്. ഓക്കെ തീർച്ചയായിട്ടും. ആന്റി റെൻസാന് വേണ്ടി പ്രാർത്ഥിക്കണം. വയറുവേദനയും പിന്നെ നടുവേദനയാൽ ഭാരപ്പെടുന്നു. വയറിന്റെ ഒരു സൈഡിലായിട്ട് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പ്രത്യേകം പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. ആന്റി ഞാന് ഈ സൺഡേ സ്കൂളിന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന് എക്സാം എഴുതി എന്നെ വിൻ ചെയ്തു. അപ്പൊ അതിന്റെ ഈ സമ്മാനം കൊടുക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച. അപ്പൊ അതിന് പോയി ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ ലഭിച്ചു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. താങ്ക് യു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി അനേക സർട്ടിഫിക്കറ്റുകളും ട്രോഫികളൊക്കെ മേടിക്കുവാൻ കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടുവാൻ ദൈവം വേണ്ടി ഇടയാക്കട്ടെ. തീർച്ചയായിട്ടും ശക്തമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഓക്കെ, കേട്ട വിഷയങ്ങളിൽ നമ്മൾ രാവിലെ സെഷനും അനേക വിഷയങ്ങൾ ഓരോ സെഷൻ ബൈ സെഷനായിട്ടും നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. ഈ വൈകുന്നേര സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ആ തലമുറയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥന വിഷയമാണെങ്കിലും അല്ലെങ്കിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുക്കിയെടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ കേട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ന് വചന ശുശ്രൂഷിച്ച ജോമോൾ വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരിക്കുന്നല്ലോ, ദാനമ്മ 3 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. കർത്താവിന്റെ അതിശക്തമായി വീണ്ടും പ്രയോജനപ്പെടുവാൻ ഇടയാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇവിടെ ആരോമോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാക്ടിക്കൽ എക്സാം ഒക്കെ തുടങ്ങി 12th ആണ്. ഇനി ബോർഡും മോഡൽ എക്സാമും ഇങ്ങനെ പറഞ്ഞ് ഇനി മാർച്ച് വരെ അത് നീണ്ടു പോകുന്നുണ്ട്. അതിന്റെയൊക്കെ മധ്യത്തിലും ദൈവിക പ്രവൃത്തി കർത്താവ് വായ്പാൻ ഇടയാക്കാൻ നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ സാരി ജോസഫ് എനിക്ക് കൊടുത്ത വിടുതന സ്തോത്രം ചെയ്യുന്നു. തലമുറയും കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്റ്റിന്റെ അല്ലെങ്കിൽ PR ലഭിക്കേണ്ടതുണ്ട്. ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവിക പ്രവൃത്തി കർത്താവായി ഇടയാക്കാനായി അല്ലെങ്കിൽ ആ സഹോദരങ്ങളുടെ റേച്ചൽ ബിലിച്ചസിന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. തന്റെ പപ്പയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൊടുത്ത വിടുതനായി ആശ്വാസനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അല്ലെങ്കിൽ ഒരു സർജറി ഇന്ന് ചെയ്യാൻ അനുവദിക്കാതെ ദൈവിക പ്രവൃത്തി കർത്താവ് വായ്പാൻ ആ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ അവിടെ നിന്ന് മാറിക്കിട്ടുവാൻ ഇടയാക്കാനായി പ്രാർത്ഥിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പൽക്കാലം ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് കേൾക്കുവാൻ അല്ലെങ്കിൽ ആ വിടുതന്റെ സാക്ഷ്യം കേൾക്കുവാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. എക്സാമുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നേഴ്സിംഗിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ എക്സാം ഒക്കെ 19 ഒക്കെ നടക്കുന്നുണ്ട്. അവിടെയും ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കാൻ ഇടയാക്കണം. നമ്മൾ ശക്തമായ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ റെൻസിവറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശാരീരിക ക്ലേശം കൂടെ പലപ്പോഴും കടന്നുപോയി കൊടുത്ത വിടുതന സ്തോത്രം ചെയ്യുന്നു. പൽക്കാലം അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശാരീരിക ക്ലേശം എന്നൊക്കെ ദൈവം വിടിയിക്കപ്പെട്ട് ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തിവിധങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും അത് അനുഗ്രഹമായി തീരുവാൻ കേട്ട ദൂതിന്റെ മുമ്പാകെ നമ്മൾ താഴ്ത്തി സമർപ്പിക്കാം. അല്ലെങ്കിൽ ആ സഹോദരൻ ഞങ്ങൾ നല്ലൊരു വെളിച്ചമാക്കി നല്ലൊരു പ്രകാശമാക്കി നല്ലൊരു ജ്യോതിഷികളെ പോലെ അല്ലെങ്കിൽ ഈ അന്ധകാരം നിറഞ്ഞ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അല്ലെങ്കിൽ അങ്ങേക്ക് വേണ്ടി പ്രേരപ്പെടുന്നവരാ തീരുവാൻ അനേകരിലേക്ക് ആ ക്രൂശിന്റെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ക്രൂശിന്റെ സ്നേഹം ആ വെളിച്ചം മറ്റുള്ളവർക്ക് പകരുവാൻ വിശേഷം ആ ഒരു പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തെരുമാറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ പൽക്കാലം 2ാമത്തെ സെക്ഷനിലും പാട്ടുകൾ പാടിയ നമ്മുടെ എബിമോനെ ഏതമോനെ അതുപോലെ ഫെബി സിസ്റ്ററെ എല്ലാവരെയും അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാ ആന്റിമാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കൂടി വരവ് എല്ലാ ദിവസവും നമ്മൾ 4 മണി മുതൽ 6 മണി വരെ ഇന്ന് കൂടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതുപോലെ ഒരിക്കലും വ്രതമായി പോവുകയില്ല. അല്ലെങ്കിൽ അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. അനുഗ്രഹമായി അല്ലെങ്കിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അല്ലെങ്കിൽ ആ സ്തോത്ര ഇത് ഞങ്ങൾ പുതുവർഷത്തിന്റെ ആരംഭങ്ങൾ തന്നെ ആർപ്പോടെ കൊയ്യുന്ന സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു കൊയ്ത്ത് നമ്മുടെ ഭവനങ്ങളിന്മേൽ നമ്മുടെ ദേശങ്ങളിന്മേൽ ഉണ്ടാകും തൊക്കെ ഇടയാക്കാനായി ശക്തമായി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൂസൻ തോമസ് ആന്റി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വാസ്തവം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. സൂസൻ ആന്റി. പ്രാർത്ഥിക്കാനോ?
ആന്റി പ്രാർത്ഥിച്ച ആസ്വാദം പറയാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ കർത്താവേ, ദൈവമേന്റെ കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രഭാത സമയം മുതൽ കർത്താവേ എന്റെ ദൈവമേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നതിന് പ്രിയപ്പെട്ടവരെയൊക്കെ സഹായിച്ചല്ലോ കർത്താവേ. എന്റെ ദൈവമേ രാവിലത്തെ സെക്ഷൻ ഇന്ന് കൂടാൻ കഴിഞ്ഞില്ല എങ്കിലും കർത്താവേ രണ്ടാമത്തെ സെക്ഷനിൽ കൂടുന്നതിനിടയാക്കി കൃപയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങൾ തലമുറകൾക്ക് വേണ്ടിയൊക്കെയും പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങളുടെ ജീവിതത്തിൽ അത് വൃഥാവല്ലല്ലോ കർത്താവേ. എന്റെ ദൈവമേ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സന്നിധിയിൽ കഴിക്കുന്ന ഓരോ കർത്താവേ കണ്ണുനീരിനും വിലയുണ്ടെന്ന കർത്താവേ നിങ്ങൾ അറിയുന്ന എന്റെ ദൈവമേ എന്റെ കർത്താവേ. എന്റെ ദൈവമേ നിങ്ങൾക്ക് തലമുറകൾക്ക് വേണ്ടിയുള്ള ഉപവാസത്തിന്റെ ദിവസമാണുള്ള കർത്താവേ. ദൈവങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ കർത്താവേ മാതാക്കളെ അങ്ങയുടെ പാതപെടുത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ തലമുറകളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. നിങ്ങളുടെ തലമുറകളൊക്കെ അങ്ങേയല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി വളർന്നു വരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു കുഞ്ഞുങ്ങളെ പോലും ദുഷ്ടം നോട്ടമിടുന്നതിന് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭക്ഷണത്ത് നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുന്ന എല്ലാ പൈതങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന ഈ ലോകത്തിനൊന്നും അനുരൂപമായി തീരുന്നതിനിടയാകാതെ കർത്താവേ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനെ പൈതങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ പോക്കിൽ വരവിലൊക്കെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആപത്തുകൾ നടത്തങ്ങളൊക്കെ അടിങ്ങും കർത്താവേ. പൈതങ്ങളെല്ലാം വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏത് സ്ഥാനത്തായിരുന്നാലും കർത്താവേ അങ്ങ് ഉയർത്തുന്ന കുഞ്ഞുങ്ങളായി തീരുന്നതിന് പൈതങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അങ്ങയുടെ വിലയേറിയ ദാസിയിൽ നിന്ന് കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളൊക്കെയും കേൾക്കുന്നതിന് അടിയങ്ങൾക്കിടയായല്ലോ കർത്താവേ. പ്രിയ ജോമൻസ്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭയങ്കര ശക്തമായി ഉപയോഗിക്കുന്ന വിധങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ചാലോചനകൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അനേകർക്ക് ആശ്വാസമാക്കി നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു ശമൂലിന്റെ ഹൃദയത്തിൽ കർത്താവേ എന്റെ ദൈവമേ വിഷയത്തിൽ കർത്താവേ എന്റെ ദൈവമേ അടിയങ്ങൾ കേട്ട കർത്താവേ വിഷയങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ പൈതൽ കർത്താവേ എന്റെ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി കർത്താവേ ധീരതയോടെ നിന്നപ്പോൾ കർത്താവേ എന്റെ ദൈവമേ എന്റെ കർത്താവേ മക്കളെ ശാസിച്ചു വളർത്താത്ത കർത്താവേ മക്കൾക്കുണ്ടായ അനുഭവമൊക്കെ അടിയും കർത്താവേ മനസ്സിലാക്കുന്നുവല്ല കർത്താവേ അങ്ങ് മനസ്സിലെയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. യുടെ സന്നയിൽ തന്നെ വചനം കർത്താവെ ശുശ്രൂഷ ചെയ്തു അടിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ കർത്താവെ. അടിയങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുന്ന മാതാക്കളുടെ തലമുറകളാരും കർത്താവെ നശിച്ചു പോകുന്നതിനിടയാകത്തില്ലല്ലോ കർത്താവെ. അവര് കർത്താവെ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവെ ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞുങ്ങളായി തീരുന്നതിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വിശ്വാസത്തോടുകൂടി കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെ അടിങ്ങൾ കർത്താവെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാതാപിതാക്കളെ വിട്ട് ദുരിതയിലൊക്കെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ തന്നെ ആയിരിക്കുന്ന എല്ലാ പ്രേതങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥിപ്പാനായി കർത്താവെ അപേക്ഷിച്ച വിഷയങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന ആരോമോനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത്തെ എക്സാമിലൊക്കെ കൃപയോടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ എക്സാം ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട രീതി ചെയ്ത് ഓർത്ത് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന തുടർന്നുള്ള എക്സാമിലും കർത്താവെ അങ്ങ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സലി ജോസഫ് ആന്റിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ഒരു വീഴ്ചയിൽ നിന്നും കർത്താവെ തന്നെ വിടുവിച്ച വിധങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അതിശക്തമായിട്ട് കർത്താവെ അങ്ങയുടെ ദാസിയെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. റേച്ചൽ ബിജു കർത്താവെ സിസ്റ്ററിന്റെ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൊടുത്തിരിക്കുന്ന വിടുതലിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവെ പൂർണ്ണ വിടുതലോട് സൗഖ്യത്തോടുകൂടി കർത്താവെ ഞാൻ വാർദ്ധക്യത്തിൽ നരക്കോളം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ പ്രിയ പിതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ബലത്തോടെ കർത്താവെ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. എക്സാം നടക്കുന്ന നഴ്സിംഗിന്റെ എക്സാം നടക്കുന്ന എക്സാമൊക്കെയായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ഇതിന്റെ എക്സാമിലൊക്കെ കൃപയോടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഇന്നത്തെ കർത്താവെ ഗാന ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരെല്ലാം അങ്ങോട്ട് പാടുപെടുത്തെങ്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫെബിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രഭാത സമയം ഗാന ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമാർ കൊടുത്തിരിക്കുന്ന താഴ്ന്നുകളൊക്കെയും വീണ്ടും അങ്ങയുടെ നാമോത്വത്തിനായി ഉപയോഗിക്കുന്നതിന് കർത്താവെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസി ബിന്ദുസ്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദാസിക്ക് കൊടുത്ത നല്ല ദർശനത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. വീണ്ടും അനേകർക്ക് ആശ്വാസമാക്കി നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മൂത്ത പേരിൽ കർത്താവെ എന്റെ ദൈവം എക്സാം നടക്കുന്നല്ലോ കർത്താവെ. അപ്പൊ ഇതിനോട്
കർത്താവെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തെഴുന്നതിന് വേണ്ട എല്ലാ കൃപകളെയും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ എക്സാം നടക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാർപ്പിടത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരൊക്കെയും കർത്താവെ എന്റെ ദൈവമേ കഠിനാധ്വാനം ചെയ്യുന്ന ഒന്നും നഷ്ടമായി പോകുന്നതിനിടയാകാതെ കർത്താവെ എന്റെ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ അവർക്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ട കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു രോഗമോ ദുഃഖമോ ഒന്നും ഉണ്ടാകാതെ കർത്താവെ എല്ലാ എക്സാമും നന്നായി അറ്റംപ്റ്റ് ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വിജയം ലഭിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാം ദൈവനാമത്വത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. സകലോടെയും ജീവൻ വെച്ച യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടും എല്ലാ സഹോദരിമാരോടും കൂടെ നമ്മൾ ഇനി കാണുന്നവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മുഖാന്തരം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമുക്ക് 4 മണിക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.